नहमदुहु व नस्तईनुहु व नुमिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व नशहदु अन ला इलाहा इल्लल्लाह व नशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिलहुदा व दीनिल हक़ लियुज़हिरहु अलद्दीनि कुल्लि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न खैरल हदीस किताबुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु मुहदसतिन बिदअ व कुल्लु बिदअतिन ज़लाला। अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनुत्तक़ुल्लाहा हक़्क़ तुक़ातिहि वला तमूतुन्न इल्ला व अन्तुम मुस्लिमून। ബഹുമാന്യ എൻ്റെ ഗുരുനാഥന്മാരെ, സ്നേഹാദരണീയരായ നമ്മുടെ ചമ്പക്കുത്ത് ദേശത്തെ മഹല്ലിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ, ബഹുമാന്യരായ പിതാക്കളെ, മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ ദീനിയായ അറിവുകൾ നേടുമ്പോഴാണ് നമ്മൾ വലിയവരാവുക. ആ ഒരു വലിയവരാവുന്നത് അള്ളാഹു ആണ് നമ്മളുടേത് കാണുക. ആ ഒരു തലത്തിലേക്ക് നമ്മളിങ്ങനെ ഉയരുകയാണ്. ഇന്ന് ക്ലാസ് റമദാനിലൂടെ പുണ്യം നേടുക എന്നതാണ്. അപ്പോൾ ഞാൻ സാധാരണ എടുക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അറബി ഖുതുബ നമ്മൾ ഇന്ന് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വിഷയമായതുകൊണ്ട് എങ്ങനെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമായി പോകുന്നൊരു വിഷയമാണ് റമദാനിലൂടെ പുണ്യം നേടാൻ എന്ന് വരുമ്പോൾ. അപ്പോൾ അത് ഇവിടെ വന്നപ്പോൾ അതറിഞ്ഞപ്പോൾ ഞാൻ ഒരു അറബി ഖുതുബ, ഒരു റമദാനിൽ തഹരുറി, റമദാൻ നമുക്ക് പരലോകത്ത് സ്വാതന്ത്ര്യം നേടാനുള്ളതാണ് എന്ന ഒരു വിഷയത്തെ ആധാരമാക്കിയ ഒരു പ്രഭാഷണമാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. മത ഉപദേശങ്ങളും മതനിർദ്ദേശങ്ങളുമൊക്കെ നിർത്താനായി അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു, പുതിയ ലോകമാണ്, പുതിയ ലോകക്രമമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ നാടിൻ്റെ നിയമങ്ങൾ വരെ, നിയമപാലകർ വരെ അങ്ങോട്ടെത്തുകയായിരുന്നു. മാഷന്മാരും മദ്രസയിലെ അധ്യാപകരൊന്നും വടിയെടുക്കാൻ പാടില്ല, പോലെ തൊടാൻ പാടില്ല, അനങ്ങരുത്, മുണ്ടരുത്, പോലെ ഇടങ്ങേറാക്കരുത്. എനിക്ക് തോന്നുന്നത് ജഡ്ജിക്ക് വരെ പെരീന്ന് അടി കിട്ടിക്കണമെന്ന് സംശയമുണ്ട്. അത്രത്തോളം ആണിപ്പോൾ കഴിഞ്ഞ ദിവസം ജഡ്ജി പറഞ്ഞത്. കാരണം മക്കളെ എടുത്തേക്ക് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു വടി കരുതുന്നത് നല്ലതാണ്. കാരണം നമുക്കൊക്കെ കിട്ടേണ്ടത് കിട്ടിയിട്ടാണ്, അതേപോലെ ഉപദേശം കിട്ടേണ്ടതും അടി കിട്ടേണ്ടതും ഒക്കെ കിട്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ ഒരു രൂപത്തിലായി വളർന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഇതൊന്നും കിട്ടാതെ, അതൊന്നുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം വളരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു 5 കൊല്ലത്തെ ദുരന്തം ഇപ്പോൾ വീട്ടുകാരും നാട്ടുകാരും നിയമപാലകരും ഒക്കെ അനുഭവിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് നമ്മളുടെ ഉമ്മത്ത് ഇതിൽ വളരെ ജാഗ്രത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര ചെയ്യുമ്പോൾ ഈ റോഡിൻ്റെ പക്കത്ത് ഭയങ്കര തിരക്ക്, നല്ല നല്ല വണ്ടികളൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് റോഡിൻ്റെ പക്കത്ത്.
അപ്പോൾ റോഡിൻ്റെ പക്കത്ത് നിന്ന് അങ്ങനെ ഫ്രൂട്ട്സ് കച്ചവടമൊക്കെ നടക്കാറുണ്ടെങ്കിലും ഇത് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ മൺപാത്രത്തിൻ്റെ കച്ചവടം രണ്ടാമത് റിട്ടേൺ അടിച്ച് വന്നിട്ടുണ്ട് നമ്മളെ കേരളത്തിലൊക്കെ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉപയോഗം വയറിൻ്റെ ഉള്ളിൽ ക്യാൻസർ വർദ്ധിപ്പിക്കുന്നു എന്ന് ഇപ്പം മനസ്സിലായപ്പോൾ ഇപ്പോൾ പഴയ മണ്ണിൻ്റെ ചട്ടിയും തിരഞ്ഞ് നടക്കുകയാണ്. ഇതേപോലെയാണ് എല്ലാം. ആധുനികത എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കുതിച്ചു പാഞ്ഞ് അവസാനം മത രംഗത്തു നിന്നൊക്കെ വളരെ പുറകോട്ട് പോയി. പുതിയ തലമുറക്ക് അതിനോടൊന്നും തീരെ താല്പര്യമില്ല, അതൊന്നും വേണ്ട, ഞങ്ങൾ ഇഷ്ടപ്രകാരമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അവരൊക്കെ സുഖമായിട്ട് ജീവിച്ചു പോവുമായിരിക്കും. ഒക്കെ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അപകടങ്ങളിലൂടെ മറ്റുള്ളവർ കൊല്ലുക, ബാക്കിയുള്ളവരെ കൊല്ലുക, സ്വന്തം ഒപ്പം പഠിക്കണവരെ നഞ്ചക്കൊണ്ട് അടിച്ച് കൊല്ലുക, കുത്തിയിറക്കി കൊല്ലുക. ഇങ്ങനെ ജീവിതം എന്താകുന്നു? മടുത്തു എന്ന്. അവിടെയാണ് മതത്തിൻ്റെ തുടക്കം. മനുഷ്യന് മടുപ്പ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശങ്ങളും അതേപോലെ തന്നെ ഉപദേശങ്ങളും ഒക്കെ നമ്മളെ ഒരു കൂട്ടുകാരനെ പോലെ കൂടെ കൊണ്ടു നടക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തിറങ്ങുമ്പോൾ ഒരു ഉപ്പ, അദ്ദേഹം ഒരു ഇടത്തരം വ്യാപാരിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കണം, കുറച്ച് ബിസിനസ്സൊക്കെ തകർന്നു പോയി, കടം വന്നിട്ടുണ്ട്, കയ്യിലൊന്നും പൈസയൊന്നുമില്ല, പക്ഷെ എന്നാലും മക്കൾ ഇപ്പം അയച്ചു തരുന്നുണ്ട്, അതുകൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട്. കാരണം നമ്മൾ കുറേ മക്കൾക്ക് കൊടുത്താണല്ലോ, അപ്പോൾ മക്കൾ നമുക്കും അയച്ചു തരണമല്ലോ. പക്ഷെ നമ്മളെ ജീവിതം എന്തായി? ഒരു കച്ചവടമൊക്കെയാണ് പൊളിഞ്ഞു, ദുആ ചെയ്യണം. അയാളുടെ ആ പ്രതീക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ, മക്കളോട്, ചില ആളുകളുണ്ട് മക്കളോട് ചോദിക്കണത് ഒരു മടിയായിട്ട് കണ്ട് മക്കൾ തരുന്നത് എങ്ങനെ തിന്നുക, അങ്ങനെയൊന്നും ഒരു മുസ്ലിം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മക്കൾ വിചാരിച്ചിക്കണോ നമ്മൾ തിന്നാൻ കൊടുക്കുമ്പോൾ എങ്ങനെ ഇപ്പോൾ വാപ്പരനെ തിന്നുക, പിന്നെന്തിനാ ഓൽക്കില്ലാത്തൊരു മടുപ്പ് നമുക്കുണ്ടാണ്. നമുക്ക് പൈസ ആവശ്യമുണ്ട്, 500 റുപ്യ ആവശ്യമുണ്ട്, നമ്മൾ പണിക്ക് പോയി നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് നമ്മൾ പണിയൊക്കെ നിർത്തി മകനോട് പറയാം 500 റുപ്യ കൊണ്ടാ ചോദിക്കാം, നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ ഈ മതരംഗം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ശരീരത്തെയും നമ്മളുടെ വ്യക്തിത്വത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും സംരക്ഷിക്കുക എന്നതാണ്. 6-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ പറയാണ്, 6-ാം നൂറ്റാണ്ടിൽ കൊന്നവനെ കൊല്ലുക എന്ന് പറഞ്ഞ സൗദി അറേബ്യൻ്റെ ശിക്ഷ നമ്മളെ കേരളത്തിൽ നടപ്പാക്കണം. ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കണം. അതെന്തിനാ അറിയോ? കാരണം ഈ ധാർമ്മികത എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാകുന്നതല്ല, അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു കുട്ടിക്കും, വളരുന്ന ഒരു കുട്ടിക്കും അല്ലെങ്കിൽ ജനിക്കുന്ന ഒരു കുട്ടിക്കും എനിക്ക് സ്വയം ഞാൻ ഇങ്ങനെ ആവണം എന്നൊന്നും ആരും ചിന്തിക്കൂല. അതൊക്കെ പരമ്പരാഗതമായി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ റമളാൻ എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭക്തി ഒരാവശ്യമുള്ള ഘടകമാണ്. നമ്മൾ ആരെയും ചതിക്കാതിരിക്കാൻ, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ, ആരുടെയും ചട്ടുകമാകാതിരിക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ആരെയും എങ്കിലും ചട്ടുകമാക്കാതിരിക്കാൻ ഒക്കെ ഉസീക്കും വനഫ്സി ബി തഖ്വല്ലാ, അള്ളാഹു നമ്മളെ ഭക്തി കൊണ്ട് ഉപദേശിച്ചിരിക്കുന്നു. ഫഹിയ സബബുൻ ലിൽലുഹൂരിൽ ബറക്കാത്തി, നമുക്ക് അള്ളാഹു ബർക്കത്ത് തരാൻ അള്ളാഹു ഒരു കാരണമാക്കിയത് നമ്മളുടെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ്. മിനൽ അർളി വസ്സമാവാത്ത്, ആകാശഭൂമികളിൽ നിന്ന് നമുക്ക് അനുഗ്രഹീതമായ ബർക്കത്ത് ലഭിക്കണം എന്നതിന് അള്ളാഹ് ഒരു കാരണമാക്കിയത് നമ്മൾക്ക് അള്ളാഹു തഖ്വ തരുന്നു എന്നതാണ്. അപ്പോൾ ആ തഖ്വ തരുമ്പോൾ നമ്മളുടെ ഭൗതികപരമായ എല്ലാ കാര്യത്തിനും നമ്മൾ തഖ്വയെ ഉപയോഗിക്കുക എന്നതല്ല, നമ്മുടെ ആത്മീയമായ വെളിച്ചമാണ് തഖ്വ എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ മൊബൈല് ഒരു ജീവിതമായി വരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ മൊബൈലിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ, സമൂഹം തുണി അയച്ചിടാനോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പിന്നെ എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ രഹസ്യ ജീവിതത്തെ മുഴുവൻ സമൂഹത്തിന് മുമ്പിൽ ഈ 6x5 സ്ക്രീനിൻ്റെ മുമ്പിൽ കാണിച്ച് അതിനൊക്കെ പൈസ കിട്ടും. യൂട്യൂബിൽ കൂടി പൈസ കിട്ടും, ഇൻസ്റ്റാഗ്രാമിൽ കൂടി പൈസ കിട്ടും. പൈസ കിട്ടുമെങ്കിൽ എന്തും ആരെയും കാണിച്ചൂടെ എന്നുള്ളിടത്തേക്ക് എത്തി. അവസാനം ഇപ്പോൾ അതിലൂടെ മിക്ക എന്ന് പറഞ്ഞുകൂടാ, അധിക കുടുംബ ജീവിതങ്ങളും താറുമാറായി. കാരണം അള്ളാഹു നമുക്ക് പറയുന്ന അടക്കങ്ങളും ഒതുക്കങ്ങളും നമ്മൾ പാലിക്കുമ്പോൾ
അതിന് ഒരു സുരക്ഷിതത്വമുണ്ട്. അത് ഇന്ന് നാളെ മറ്റന്നാൾ എന്നില്ല. എന്നാൽ അള്ളാഹു പറയുന്ന സൂക്ഷ്മത നമ്മൾ തൽക്കാലം മാറ്റിവെച്ചിട്ട് ആധുനികതയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അത് കേവലം ഒരു വെള്ളത്തിലെ പത പോലെയാണ്. അത് പെട്ടെന്ന് അവസാനിക്കും. അപ്പോൾ നമ്മൾ നമ്മളുടെ മക്കൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് തഖ്വയുണ്ടാവുക എന്ന്. കാരണം വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഭൂമുഖത്തെ ഗ്രാമത്തിലെ ആളുകൾ ഭക്തിയുള്ളവരായിരുന്നുവെങ്കിൽ അവർക്ക് നാം അനുഗ്രഹങ്ങളും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ്. അപ്പം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഭക്തിയുള്ളവരായി ജീവിച്ചാൽ നമ്മൾക്ക് ഈ ലോകത്തും പരലോകത്തും സുഖമാണ്. ഇവിടെയും തന്നെ ഇപ്പം നമ്മൾ ഒക്കെ ഒരു ചമ്പക്കുത്തിൻ്റെ ഒരു പരിചയം എന്ന് പറയുന്നത്, ഞാനിവിടെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇവിടെ വരാൻ തുടങ്ങിയത്. ഇപ്പം ഏകദേശം ഈ വയസ്സന്മാരുടെ കൂട്ടത്തിൽ അബ്ബാസ് ആക്കാൻ്റെ ഒക്കെ ആ ഒരു കോലത്തിലൊക്കെ ഞാനും ഒക്കെ ഇപ്പോൾ ആയി. അപ്പോൾ ഇതുവരെ നമുക്ക് ഇതിൻ്റെ ഇടയിലൊരു വിടവ് വന്നിട്ടില്ല. വിടവ് വന്നിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ അറിയോ? പക്ഷേ ഇനി അങ്ങനെ ഒരു വിടവ് ഇല്ലാത്തൊരു സമൂഹത്തെ നമുക്ക് കാണണം എന്നില്ല. ഒക്കെ ഞാൻ ഒരാളെ കണ്ട വേഗം മുഖം തിരിഞ്ഞു പോയാൽ അയാളേറ്റ് മുണ്ടിങ്ങാണ്ട് വെറുതെ അയാൾക്കൊരു ചായയും കൊടുത്തുങ്ങാണ്ട് വെറുതെ മനുഷ്യനെ ഇളങ്കോൽ ഉണ്ടാക്കണ്ടല്ലോ ഒക്കെ അവനാൻ ചുരുങ്ങുകയാണ്. ഈ അവനാലിലേക്ക് ചുരുങ്ങുമ്പോഴാണ് റൂം കയറി വാതിലിട്ട് കുറ്റിയിടണേ അല്ലേ? ഇപ്പം നമ്മുടെ മമ്പാട് ആ കുട്ടി ചെറിയൊരു വിഷമം വന്നപ്പോൾ വാതിലിട്ട് കുറ്റിയിട്ടു. പിന്നെ ഒന്നും ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളുടെ ഈ വൈഡായ കാഴ്ചപ്പാടുകൾ, എല്ലാവരെയും കാണുക, വർത്താനം പറയുക, പുഞ്ചിരിക്കുക അല്ലേ? മിക്ക ആളുകളും കണ്ടില്ല, നിങ്ങൾ മരിച്ച് കിടക്കുമ്പോൾ പുഞ്ചിരിച്ച് കിടക്കണത് കണ്ടിട്ടില്ലേ? അത് പുഞ്ചിരിച്ച് നടന്നതുകൊണ്ട് പുഞ്ചിരിച്ച് കിടക്കാനുള്ള ഭാഗ്യം കിട്ടിയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ മരിച്ചു കിടക്കുമ്പോൾ 3 തേനീച്ച ഒന്നായിട്ട് മോന്തമ്മ കുത്തിയ മാതിരിയാണ് ഉണ്ടാകുക. അങ്ങനെയല്ല പറയണേ, നമ്മൾ ഇങ്ങനെ എല്ലാം ഒതുക്കുമ്പോൾ അപ്പോൾ കാണുന്നവരായിട്ട് പരിചയപ്പെടുക ഒക്കെ. അങ്ങനെ ഭക്തി എന്ന് പറയുമ്പോൾ കേവലം ഒരു മൂലക്കെ നമ്മളൊരു ദിക്റ് ചൊല്ലിയിരിക്കണമല്ല, എല്ലാം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ്. ഇപ്പം റമളാൻ എന്ന് പറഞ്ഞാൽ സ്വതക്ക തോനെ കൊടുക്കേണ്ട മാസമാണ്. അതിൽ നമ്മളിത് പൈസ കൊടുക്കാനില്ലാത്ത ചിലപ്പോൾ നമ്മളെല്ലാവരോടും പുഞ്ചിരിച്ച് ലോക്യം പറഞ്ഞ് ളുഹറിനും അസറിനും മഗ്‌രിബിനും ഇശാക്കും തറാവീനും ഒക്കെ എല്ലാവരെയും കണ്ട് ലോക്യം പറഞ്ഞ് ഓരോ വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് കേൾക്കാനും കൂടി ഒരു മനസ്സ്, വിവരം ചോദിച്ച് നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പോവുകയല്ല, അത് കേൾക്കാനുള്ളൊരു മനസ്സ്. അപ്പം എന്താവുന്നറിയോ? അതൊക്കെ തന്നെയാണ് ഈ. അല്ലാതെ നോക്കൂ, നിങ്ങൾ ഖബർസ്ഥാനിൽ എല്ലാവരും ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കിടക്കണേ, ഒക്കെ എല്ലാവരും അവനാൻ്റെ പറമ്പിൽ ഓരോരോ ഏക്കറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊണ്ടുപോയി മറയിതാൽ പോരെ. പക്ഷെ അതല്ല, അതൊരു സാമൂഹിക ജീവിയാണ് നമ്മൾ. അപ്പോൾ ഈ സാമൂഹിക ബന്ധം അള്ളാഹു കണക്കാക്കുന്നത് നമ്മൾക്ക് അതിനു കൂടി ഒരു മാസമാണ്. നമ്മളെല്ലാ വക്തിനും കാണുന്നു, കുറേ സമയം നമുക്ക് ഫ്രീ കിട്ടുന്നു. കണ്ടാൽ ചിലപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് കിടക്കും, ചിലപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കാണും. വീട്ടിലും തന്നെ എല്ലാവരും ഒത്തു കാണുന്നൊരു സമയമാണ്. മറ്റേത് 6:15 ഒരാൾ ചായ കുടിക്കൂ, 6:45 ഒരാൾ ചായ കുടിക്കൂ, 7 മണിക്ക് ഒരാൾ ചായ കുടിക്കൂ, 8 മണിക്ക് ഒരാൾ ചായ കുടിക്കൂ, എല്ലാം കഴിഞ്ഞ് 9 മണിക്ക് ഉമ്മ ചായ കുടിക്കും. ഇപ്പം അങ്ങനെയല്ല, അത്താഴം എല്ലാവരും വട്ടത്തിൽ ഒരേ നേരത്ത് 5 മണിയാകുമ്പോഴേക്കും എല്ലാം തീരണം. നോമ്പ് തുറ ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും വട്ടത്തിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് കൂട്ടാനും പരസ്പരം അറിയാനും പരസ്പരം സംസാരിക്കാനും ഒക്കെയുള്ളതാണ്. ഇന്നഹു ഷഹ്റുൽ ഹുർരിയ, ഈ മാസം എന്ന് പറയുന്നത് കല്യാണത്തിന് വരാൻ പറ്റാത്ത സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ട് എന്നോട് അതിന് കല്യാണം പറഞ്ഞത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ യാത്ര അന്ന് ഞാൻ പ്രത്യേകം ഓർത്തു, കണ്ണൂരായി പോയതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ ഷഹ്റുൽ ഹുർരിയ, സ്വാതന്ത്ര്യത്തിൻ്റെ മാസമാണിത്. വസ്സഅദത്തുൽ ഖൽബിയ, നമ്മളുടെ ഹൃദയത്തിൻ്റെ സൗഭാഗ്യം. ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് സന്തോഷിക്കാനാകുന്നു എന്നതാണ്. ഈ സന്തോഷം എന്ന് പറഞ്ഞത്, നിസ്കാരം എത്ര നമുക്ക് കൂടിയാലും കുഴപ്പമില്ല, പണം കൂടിയാൽ അഹങ്കാരം കൂടും. അപ്പോൾ നിങ്ങളെയൊന്നും അല്ല പറയണേ, നമ്മളൊന്നും ജീവിച്ചതുപോലെ ചിലപ്പോൾ നമ്മളെ മക്കൾ ജീവിച്ചോളുന്നില്ല. കാരണം നമ്മളുടെ സമ്പത്ത് കണ്ടിട്ട് ചില വാപ്പാരൊക്കെ പറയുന്നുണ്ട്, എൻ്റെ മുതൽ കണ്ടുകാണ്ട് മോനെ ഇജ്ജ അഹങ്കരിക്കണ്ട. ചില വാപ്പാരൊക്കെ മക്കളോട് തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാണിത് ഉണ്ടായതെന്നോ എങ്ങനെയാണിത് ഉണ്ടാക്കിയതെന്നോ അറിയില്ല. പക്ഷേ നമ്മളുടെ ഈ ആത്മീയമായ സമ്പത്ത് എത്ര കൂടിയാലും നമുക്ക് കുഴപ്പമില്ല.
തഖ്വ എത്ര കൂടിയാലും, ഈമാൻ എത്ര കൂടിയാലും, ഇഖ്ലാസ് എത്ര കൂടിയാലും, അതുകൊണ്ട് നമ്മളുടെ മനസ്സിൻ്റെ സന്തോഷം എന്താണ്? അത് പിന്നെ ഈ ദീനുണ്ടാവുക എന്നതാണ്. വഹുവ മുതഅത്തുൽ അബ്റാറി, ഒരുപാട് പുണ്യങ്ങൾ കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമാണ് റമദാനിലുള്ളത്. വ മദ്രസത്തുൽ അഹ്റാരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിയന്ത്രണം തന്ന് സ്വാതന്ത്ര്യം തരികയാണ്. നിയന്ത്രണം തന്നു. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാറുണ്ട്. അതെന്താ? ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ മോചിതമായതിൻ്റെ സ്വാതന്ത്ര്യമാണ് ആഘോഷിക്കുന്നത് രാജ്യം. അതിനും എന്തുണ്ട്? നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. സന്തോഷമല്ലേ, ഹാപ്പി അല്ലേ? നമുക്ക് പെരുന്നാൾ ആഘോഷം എന്ന് പറയുമ്പോൾ ആർപ്പും വിളിയും. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, വടക്കേ ഇന്ത്യയിലൊക്കെ ഒരാഘോഷത്തിൻ്റെ പേരിൽ രാജ്യത്ത് വലിയ വർഗീകരണവും ധ്രുവീകരണവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോളി ആഘോഷം എന്ന് പറഞ്ഞിട്ട് അത് ആ ആഘോഷത്തിൻ്റേതല്ല, മനുഷ്യൻ അത് ഏറ്റെടുക്കുമ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് വിഭാഗീയതയും അതുപോലെ തന്നെ തിന്മകളും കടന്നു വരും. പക്ഷേ ഇസ്ലാം അതല്ല പഠിപ്പിച്ചത്. ഇസ്ലാം പഠിപ്പിച്ച് ഇപ്പോൾ പെരുന്നാൾ ആഘോഷം, നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ ആഘോഷം വരെ നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും അള്ളാഹ് സ്വീകരിക്കട്ടെ. നിങ്ങളുടെ അയൽവാസികളും നിങ്ങളുടെ ബന്ധുക്കളും സ്നേഹബന്ധുക്കളുള്ള സന്ദർശനം വർദ്ധിപ്പിക്കണം. അങ്ങനെയുള്ള മാനുഷികമായ മൂല്യങ്ങൾക്കും മാനുഷിക കാര്യങ്ങൾക്കുമാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് മനുഷ്യരെ നമ്മൾ ഒഴിവാക്കില്ല. മദ്രസത്തുൻ, റമദാൻ എന്ന് പറയുന്നത് ഒരു മദ്രസയാണ്. നമ്മൾ രാവിലെ ഒരു ബെല്ലടിച്ച്, ഒരു 4:15 ബെല്ലടിച്ച്, വൈകുന്നേരം 6:45 6:38 ബെല്ലടിച്ച്, അത് കഴിഞ്ഞ് 8:05 ബെല്ലടിച്ച്, അങ്ങനെ അത് 9:30 അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി. നമുക്കെല്ലാം ആരാധനയുമായി അതിൻ്റെ മുമ്പോ പിമ്പോ ആയിട്ടൊരു നിസ്കാരം ഉണ്ടാവും നമ്മളെ ആ സമയക്രമത്തിനനുസരിച്ച്. അപ്പോൾ ആ ഒരു മദ്രസ പോലെയാണിത്. മാത്രമല്ല റമദാൻ എന്ന് പറയുന്നത് ഇന്നഹു ശഹ്റു റമദാൻ, ഈ പറയുന്നത് റമദാനാണ്. ഇന്ന ശഹ്റൽ ഹുർരിയ്യ വസ്സആദത്തുൽ ഖൽബിയ്യ വഹുവ മുതഅത്തുൽ അബ്റാരി വ മദ്രസത്തുൽ അഹ്റാരി കുല്ലുൻ ഇന്നഹു ശഹ്റു റമദാൻ ഫഇന്ന റമദാൻ ഫുർസത്തുൻ ലിത്തഹർറുരി മിൻ അസ്ഖാലിദ് ദുനൂബ്. നമ്മളുടെ ജീവിതത്തിൽ മനുഷ്യനാണ് ഇപ്പോൾ ചെറുപ്പകാലങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു ഡോക്ടർ, അദ്ദേഹം ജോർജ് അബ്രഹാം എന്ന് പറയുന്ന ഒരു 63 വയസ്സായ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു. ആ ഡോക്ടർ ആത്മഹത്യ ചെയ്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കുറിപ്പ് എന്നറിയോ? അദ്ദേഹം കയറുമായിട്ട് ടെറസിൻ്റെ മുകളിലേക്ക് പോണതൊക്കെ അദ്ദേഹം സന്ദേശമായിട്ടിട്ടുണ്ട്, ഞാൻ പോവുകയാണ്. എന്താണ്? പഴയതുപോലെ ഞാൻ വലിയ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടറായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് വിറയൽ കൊണ്ട് അത് നടത്താനാകുന്നില്ല, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ. അദ്ദേഹം ചിന്തിച്ചാൽ മതിയായിരുന്നു. അദ്ദേഹം 34 വയസ്സ് വരെ അയാൾ ഓരോ ഓപ്പറേഷനും ചെയ്തിട്ടില്ല. 34 വയസ്സ് വരെ അയാൾ ഓരോ ഓപ്പറേഷനും ചെയ്തിട്ടില്ല. കാരണം അയാൾ പഠിക്കുകയായിരുന്നു. അങ്ങനെ പഠിച്ച് അതിൻ്റെ PG നെഫ്രോളജിസ്റ്റായി അതിൻ്റെ PG എടുത്ത് പിന്നീട് അദ്ദേഹം ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾക്കത് കഴിവുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഈ കഴിവ് പോവും എന്നും കൂടി അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഗംഭീര വാപ്പിയായിരുന്നു, ഞാൻ പണ്ട് ഭയങ്കരമായിരുന്നു, ഇപ്പോൾ ഇല്ല. അങ്ങനത്തെ ഒരു ചെറിയ കുട്ടിയുടെ ഒരു തിരിച്ചുവരവ് നമുക്കെപ്പോഴും ഉണ്ട്. ഈ റമദാനിനെ നമ്മൾ അറിയേണ്ടതെന്നറിയോ? ഈ റമദാൻ എന്ന് പറയുന്നത് നമുക്ക് ധന്യമാകുന്നത് നമ്മൾ പുണ്യം കൂടുതൽ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റമദാൻ മാസത്തിൽ നല്ല ഉഷാറായിട്ടോ അമല് ചെയ്യുന്നുണ്ടാവും, ജോലിക്ക് പോകുന്നുണ്ടാവും, എന്നിട്ടോ നോമ്പ് തുറക്കാൻ നേരം പള്ളിയിൽ വന്നു. ചിലപ്പോൾ നമുക്ക് അങ്ങനെ കഴിയില്ല. അപ്പോൾ നമ്മളൊരു ക്ലോക്ക് നോക്കിയാൽ ആ ക്ലോക്കിൽ മിനിറ്റ് സൂചി ഉണ്ട്, മണിക്കൂർ സൂചി ഉണ്ട്, സെക്കൻഡ് സൂചി ഉണ്ട്. സെക്കൻഡ് സൂചി പെരും വാച്ചിൽ വായി. നമ്മൾ MSM കുട്ടികളെ മാതിരി പെരുമ്പോൾ വാച്ചിലേക്കാരം. മിനിറ്റ് സൂചി ഒരു ISMമാരുടെ മാതിരിയേക്കാരം കറങ്ങുന്നുണ്ടാവും, പക്ഷെ നമുക്ക് കാണൂല. വേറെ മണിക്കൂർ സൂചി ഉണ്ട് വല്യാപ്പാൻ്റെ മാതിരി, അവിടെ എടുക്കും. പക്ഷേ മൂപ്പരെ പണിയെടുക്കുന്നുണ്ട്. മൂപ്പരും ആ 1 2 കാണ്ട് 2 3 കാണ്ട്. അപ്പം എല്ലാവരും 3 കൂട്ടരും പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കൂട്ടരെ പണി അതിൽ കാണുള്ളൂ. അപ്പം നമ്മൾ സ്വയം എന്ത് ചെയ്യണ്ട? എനിക്കൊന്നും ആകണില്ല, എനിക്കിപ്പോൾ നോമ്പിലൊന്നും കാര്യമായിട്ട് കിട്ടണില്ല. നമ്മൾ മുണ്ടാതെ ഒരാൾ രാവിലെ അത്താഴം കഴിച്ചിട്ട് നിസ്കാരമൊക്കെ നിസ്കരിച്ച് ഫർള് മാത്രം നിസ്കരിച്ച് ഒരാൾ മുണ്ടാതെ അസർ വരെ മഗ്‌രിബ് വരെ കുത്തിരുന്നു, അയാൾക്കും കൂലിയാണ്. കാരണം റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ആത്മനിയന്ത്രണം എന്നാണ്. അപ്പോൾ മിൻ അസ്ഖാലി ദുനൂബി, ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കനം കുറക്കാൻ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ഒരു പള്ളി, അപ്പോൾ ആ ഒരു പള്ളി കയറ്റുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ ചോദിച്ചോലെ, ചങ്ങായിയെ ജി ആരെ കണ്ടിട്ടാണ് ഈ റോട്ടിൻ്റെ അക്കത്ത് ഒരു മനുഷ്യന്മാരില്ലാത്തൊരു സ്ഥലം, ഒരു മനുഷ്യനും അവിടെ താമസമില്ലാത്ത റോഡിൻ്റെ പക്കത്തെ ഏകദേശം ഒരു 56 ലക്ഷം രൂപ ചെലവഴിച്ച ഒരു വിശാലമായ പള്ളി, അത് കയറ്റുമ്പോൾ
ഓനോട് ആരൊക്കെയോ ചോദിച്ചോല്ലോ ഇജ്ജ് എന്ത് കണ്ട് കണ്ടാ കയറ്റണം. അപ്പോൾ ഓൻ ഗൾഫിൽ വലിയൊരു ബിസിനസ്സുകാരൻ. ഓനെ കണ്ട് കയറ്റിയതാ. കാരണം ഓന് ജീവിതത്തിൽ 25 കൊല്ലം വളരെ വൃത്തികെട്ട കാലമുണ്ട്. ഓൻ ഒരു പള്ളിക്കലും ചെന്നൂടെ, അവിടെ ചെന്ന ആൾക്കാർ ഇറങ്ങിപ്പോവും. കാരണം അജാതി വൃത്തികെട്ട സ്വഭാവമായി. പക്ഷേ അവൻ അള്ളാഹ് ഹിദായത്ത് കൊടുത്തു. അപ്പോൾ അവൻ ഹിദായത്ത് കിട്ടിയപ്പോൾ ഓൻ ഒരു പള്ളിക്കലും പോകാനാണില്ല. ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ഹിദായത്ത് ഇട്ടിക്കണ് വൈകിട്ടിക്കണ പറഞ്ഞ മാതിരിയല്ലല്ലോ. ഇജ്ജ് വെറും തട്ടിപ്പണി, ഈ പള്ളിക്കൊക്കെ തന്നെ ഉണ്ടാ. അവസാനം അവൻ ആളൊഴിഞ്ഞൊരു നാട്ടിലെ പള്ളിയിലാണ് ഓൻ നിസ്കരിച്ചാൻ പോയി തുടങ്ങി. അപ്പോൾ ഓൻ കണക്കാണെന്ന് അറിയോ, ഇതുവരെ ഈമാൻ കിട്ടാത്ത കുറേ അന്തം വിട്ട ആൾക്കാരുണ്ടാവും. ഓൽക്ക് വരാനൊരു പള്ളിയാണ് ഓൻ വിചാരിച്ചത്. അതായത് ആരും വന്നുകാണ്ട് ഏത് ചോദിച്ചാത്ത, ഇപ്പം തീരെ നിസ്കരിച്ചാത്ത ഒരാൾ ഇപ്പം നമ്മളെ പള്ളിക്കാന്ന് നിസ്കരിച്ചാൻ തുടങ്ങി നമ്മൾ അയാൾ അതോടുകൂടി പോവില്ലേ അല്ലേ? പക്ഷെ അങ്ങനെ ആരും ചോദിക്കാത്ത എല്ലാവരും അങ്ങനെയുള്ളവർ വരുന്ന ഒരു പള്ളി അയാൾ വിജയിച്ചു എന്നാണ് കേൾക്കുന്നത്. അയാൾക്ക് ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് അദ്ദേഹത്തിന് 84 ആൾ തറാവി നിസ്കാരത്തിനുണ്ട് അവിടെ എന്ന് പറയുമ്പോൾ നന്നാവുക എന്നുള്ളത് ഒരു പ്രത്യേക സന്ദർഭമാണ്. അത് നിങ്ങളതും ഇൻ്റെതൊക്കെ അങ്ങനെ തന്നെ കാരം. നമ്മളതൊക്കെ ചിലപ്പോൾ മദ്രസ പഠിച്ചുകൊണ്ടുണ്ടാവും. അപ്പോൾ പാപമിറക്കി വെക്കുക എന്നത് റമളാനിലെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് നമ്മളെ ചെറുപ്പം എന്നത്തതായാലും വേണ്ടില്ല, എപ്പത്തതായാലും വേണ്ടില്ല, ഇനി പിന്നെ കട്ടതായാലും വേണ്ടില്ല, മുറിച്ചതായാലും വേണ്ടില്ല, ഇനി വേറെന്തെങ്കിലും ചെയ്തതായാലും വേണ്ടില്ല, റമളാനിൽ ഒരു പണിയില്ലേ നിന്റെ പാപങ്ങളുടെ എണ്ണം കുറച്ചോ. ബി തൗബത്തി ഇലാ അല്ലാമിൽ ഗുയൂബ്, അദൃശ്യനായ അദൃശ്യജ്ഞാനമുള്ള അള്ളാഹുവിലേക്ക് നിന്റെ പാപത്തിൻ്റെ എണ്ണം പറഞ്ഞ് നീ പശ്ചാത്തപിച്ചുകൊണ്ട് നീ എന്ത് ചെയ്തോ, നീ അള്ളാഹുവിനോട് നിന്റെ ഭാരം കുറച്ചോ. വൽ മഹ്റൂമു മിൻ ഹുരിമ തൗബ, നീ ചെയ്ത ജീവിതകാലയളവിലെ തിന്മകൾ ഉണ്ടാകുമല്ലോ, ഹറാമുകൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ സ്വർഗം തടയപ്പെടുന്നവയൊക്കെ നിന്റെ പാപത്തെ കൊണ്ട് നീ നിന്റെ തൗബ കൊണ്ട് നീ പടയാൻ ശ്രമിച്ചോ. ഫി ഷഹ്രിൽ മഗ്ഫിറ, റമളാൻ എന്താണ്? ഇസ്തിഗ്ഫാറിൻ്റെ മാസമാണ്. അപ്പോൾ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാ അസ്അലുക വഅഊദു ബിക മിനന്നാർ. അങ്ങനെ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാൻ ഈ മാസത്തെ ഉപയോഗപ്പെടുത്താം. റഹിമ അൻഫ്, മുറിഞ്ഞു പോകട്ടെ. കേറിക്കോളി, ഇവിടെ കള്ള സ്ഥലത്തിരിക്കുക. റഹിമ അൻഫ്, മുറിഞ്ഞു പോകട്ടെ മൂക്ക്. റജുലിൻ, ഒരു മനുഷ്യൻ്റെ, ദഖല അലൈഹി റമളാൻ, റമളാൻ ഒരു ചങ്ങാതിക്ക് കിട്ടി, എന്നിട്ടോ എൻ്റെ മൂക്ക് മുറിഞ്ഞു പോകട്ടെ. സുമ്മൻ സലഹ ഖബ്ല അൻ യുഗ്ഫറ ലഹു, ഓന് ഒരു തെറ്റിന് പോലും മാപ്പാക്കാൻ വേണ്ടി അള്ളാനോട് പറയാൻ നേരം കിട്ടാതെ ഓൻ റമളാൻ മാസം ഓൻ്റെ നിന്ന് പോയിണെങ്കിൽ ഓൻ്റെ മൂക്ക് മുറിഞ്ഞു പോട്ടെ. അറബികളുടെ ഒരു പ്രയോഗമാണ് മൂക്ക് മുറിഞ്ഞു പോട്ടെ പറഞ്ഞാൽ ഓൻ തൊലഞ്ഞു പോട്ടെ എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അങ്ങനെ തൊലഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കല്ല. അപ്പം റമളാൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ റമളാൻ, ഇപ്പം ഇന്നലെ ഒരാൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം ഒരു സാമൂഹിക വീക്ഷണമുള്ള പ്രഭാഷകനാണ്. പിന്നെ അദ്ദേഹം ഒരു നോമ്പ് തുറക്കാൻ പോയിന്ന. അപ്പോൾ നോമ്പ് തുറക്കാൻ പോകുമ്പോൾ മൂപ്പർ പിന്നെ റസൂലുള്ളാൻ്റെയും അള്ളാൻ്റെയും ഒക്കെ കുറേ വചനമൊക്കെ അറിയുന്ന ഒരു ഹിന്ദുവായ മനുഷ്യനാണ്. അയാൾ ആ നോമ്പ് തുറക്കാൻ പോയോടത്തുനിന്ന് എല്ലാവരും ഒക്കെ ഇരുത്തിയോടത്ത് മൂപ്പരവിടെ നീച്ചു പോയല്ലോ. നീച്ചു പോയി പള്ളിൻ്റെ ഒരു മൂലൊക്കെ പോയി കുറച്ച് നാരങ്ങ വെള്ളമോ ഒരു പിന്നെ 2-3 കാരക്കയും ഒരു 2 വത്തക്കൻ്റെ കണ്ടോ വെച്ച് അവിടുന്ന് തുറന്നു പറഞ്ഞു. അപ്പോൾ അല്ല നിങ്ങളവിടുത്തെ അതിഥി എന്നൊക്കെ പറഞ്ഞു. ഇവരൊന്നും മുണ്ടിയിലാണ് കേട്ടോ, ഒന്നും മുണ്ടിയിലാണ്. അത് കഴിഞ്ഞിട്ടൊരു സന്ദേശം പറയാണ്ടാണ്. ഓല് പറഞ്ഞു, നിങ്ങളാ സഭയിലിരുന്നാൽ, നിങ്ങളെ സഭയിലിരുന്നാൽ നിങ്ങളെ റസൂലും പറഞ്ഞ ഒരു നോമ്പിൻ്റെ ക്വാളിറ്റി ആ സഭയിൽ നിന്ന് കിട്ടൂല. കാരണം എന്തൊക്കെയാണ് അവിടെ കൊടുന്നിച്ചിക്കണേ. ഇതല്ലായിരുന്നല്ലോ നോമ്പ് എന്ന് പറഞ്ഞത്. നിങ്ങളെ ഖുർആനിന്നും നിങ്ങളെ ഹദീസിന്നും ഞാൻ പഠിച്ചത് നോമ്പ് എന്ന് പറഞ്ഞാൽ സൽക്കാര മാമാങ്കവും ഒരുപാട് ഭക്ഷണം ഇരട്ടി തട്ടാനുള്ളതല്ല. ആ സമയത്ത് നിങ്ങളുടെ വിശപ്പടക്കാനുള്ള, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതെന്ന് അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഞങ്ങളെ നാടിനെ കുറിച്ചല്ല പറഞ്ഞത്, വളരെ സൽക്കാരം. അപ്പോൾ ഇതിൻ്റെ ഒരുക്കത്തിലും റമളാൻ മാസം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കന്നെ. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ 6:45 കഴിഞ്ഞാൽ 8 മണി വരെ തിന്നെ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇസ്തിഗ്ഫാറിനൊക്കെ എവിടെ ഇപ്പോൾ അന്തം കിട്ടുക നമുക്ക്. അപ്പോൾ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രക്രിയയാകാൻ, അത് ഈ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ പാപം ഒഴിവായി പോകാനുള്ളതാണ്. ഇപ്പോൾ ഒരു ഹജ്ജിന് ഭാഗ്യം ലഭിച്ചപ്പോൾ ഒരു വ്യാപാരി, നമ്മളെ നാടിനടുത്ത് തന്നെയാണ്, അപ്പോൾ അദ്ദേഹം
ഞങ്ങൾ സഹപ്രവർത്തകരും കൂടിയാണ്. അങ്ങനെ വല്ലാതെ പിന്നെ അടുത്തിടപഴകി അറഫയിലെത്തി. അറഫയിൽ ഉച്ചക്ക് 12:30 മുതൽ വൈകുന്നേരം 6:30 വരെ നിന്നും ഇരുന്നും കടന്നു അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ആകെ ചോന്ന് കണ്ണൊക്കെ കൊണ്ടുപോയി. കാരണം അങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ കഴുകുമ്പോൾ അമ്മാതിരി കഴുകൽ അവിടുന്ന് കഴുകിയൊക്കെ കഴിഞ്ഞ് പിന്നെ മുസ്ദലിഫിക്കാണ്. മുസ്ദലിഫിയിലെത്തിയിട്ട് കടക്കാനുള്ള സ്ഥലം നോക്കുമ്പോൾ നമ്മളെ പണ്ട് കടന്നിട്ടില്ലേ ഇനി റോഡ് ഇപ്പം ടാർ ചെയ്തല്ലേ, ഇതിൻ്റെ മുമ്പ് ഈ ടാറിങ്ങിൻ്റെ മുമ്പ് കിടന്ന ആ റോഡ് മാതിരി അടിയിൽ കല്ലൊക്കെ ഇങ്ങനെ ഒന്നുമില്ല, ആകെ ഒരു തുണിയാണ് കടക്കാനുള്ളത്. അപ്പോൾ ഇയാളിഞ്ഞോട് ചോദിച്ചു, മൗലവി ഇവിടെയാണ് കിടക്കണേ? ആ മുസ്ദലിഫ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഹജ്ജിന് പൈസ ഒക്കെ അടച്ച് പോന്നിട്ട് അവസാനം ഇപ്പോൾ ഈ കല്ലിലാണ് കിടക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പൈസ ഇതിനുള്ളത് ഇത്രയും എല്ലാവരും അടച്ചിട്ടുള്ളൂ, ഈ മൈതാനത്ത് കിടക്കുക എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കിടന്നാൽ ഉറങ്ങുമോ? അങ്ങനെ വാശിയുള്ള ആളൊന്നുമല്ല, ഇവിടെ കിടന്നാൽ ഉറങ്ങുമോ? ഞാൻ പറഞ്ഞു, ഇവിടെ കടന്നിട്ട് എല്ലാവരും ഉറങ്ങലൊക്കെ ഉണ്ട്, ഇതുവരെ എല്ലാവരും ഉറങ്ങിക്കണ്. അപ്പോൾ ഇവർ ഏതായാലും കിടക്കല്ലേ. കടന്ന് കഴിഞ്ഞിട്ടേ 3:45 4 മണിയാകുമ്പോൾ വിളിച്ചു. അതെന്തിനറിയോ? ഒതുണ്ടാക്കണ്ടേ സുബൈക്ക്, അമ്മാതിരി തിരക്കുണ്ടാവും. വിളിച്ചു നോക്കുമ്പോൾ ഇയാൾ ഉറങ്ങി തന്നെയാണ്. എമ്മാതിരി 1.5 HP പിന്നെ മോട്ടർ വലിച്ചണ വലിയ വലിച്ചണേ. അപ്പോൾ ഞാൻ വിളിച്ചു മൂപ്പരെ നീപ്പിച്ചു. നമ്മളെ നാടിൻ്റെ അടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല. മൂപ്പര് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഈ ജാതി ഒരു ഉറക്ക് ആദ്യമായിട്ട് ഉറക്കണതാണ്, ഈ ജാതി ഒരു ഉറക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞേ, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതാണ്, നമ്മൾ ഉറങ്ങും. കാരണം ജീവിതത്തിൽ ഇപ്പം നമ്മൾ കുറേ മുതലുണ്ടാക്കി അത് അരിയിൽ വെച്ച ഉറക്കം വരുമോ? ഇല്ല. നമ്മൾ നിസ്കരിച്ചാൽ വന്ന് നമ്മളെ മൊബൈലും നമ്മളെ വണ്ടിൻ്റെ ചാവിയും പേരൻ്റെ ചാവിയും പിന്നെ വാച്ചും ഒക്കെ പാടെ മുന്നിൽ വെച്ച് കാണും നിസ്കരിച്ചാൽ അവനാൻ്റെ ചുകാവില്ല, മറ്റോൻ്റെ ചുകാവില്ല. ചുകാവില്ലോ. ഒരു 50,000 ഉണ്ടെങ്കിൽ മുന്നിൽ കൊടുത്ത് നോക്കും. നമ്മൾ ഒരു 50,000 ഉറുപ്പ്യ ഇവിടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ മുന്നിൽ കൊടുത്ത് നോക്കുമോ? ഇല്ല. അത് മുന്നിൽ കൊടുത്ത് വെച്ചാൽ ഓൻ കടം ചോദിച്ചു, മറ്റോൻ ചോദിച്ചു, നിസ്കാരം സലാം വിട്ടി അജ്ജാ കാട്ടിക്കാറില്ല അല്ലേ? അപ്പോൾ പിന്നെ അപ്പോൾ എന്താ ഈ ഉറക്കത്തിൻ്റെ കാരണം എന്നാണ്. കുറേ സ്വർണം വരിയിലുണ്ടാ ഉറങ്ങുമോ? ഇല്ല. അപ്പോൾ അയാൾ പറഞ്ഞറിയോ, ഇന്നലെയാണ് ഇഞ്ച ഉള്ളു ശുദ്ധമായത്. ഉള്ളു ശുദ്ധമാകുമ്പോഴാണ് ഈ ഉറക്കം കിട്ടുകയല്ലേ. വെറുതെ അല്ല മുസ്ദലിഫിയിൽ ഈ ചരലിലുറങ്ങാൻ പറഞ്ഞ്. ഉറക്കം എപ്പോഴാണ് കിട്ടുക? അത് നമ്മളുടെ പാപം കഴുകി കളയുമ്പോഴാണ്. അപ്പോൾ റമളാനിന് ചിലപ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങുന്നുണ്ടല്ലേ, നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങുമ്പോൾ ആ ഒരു സമാധാനത്തിൻ്റെ ഉറക്ക. തലയിലൊന്നുമില്ല, ഉള്ളിലൊന്നുമില്ല, ഒന്നും കേടൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ ഓരോ കൊല്ലവും കഴുകി വേറെ ചിലരുണ്ട് അങ്ങനെ റമളാൻ കുറേ വന്നു പോയിക്കണം, അതൊന്നും ഇഞ്ഞ ബാധിച്ചില്ല, ഞാൻ ഈ മൂരാഴ്ച തന്നെ എന്ന് പറഞ്ഞ് മൂരാഴ്ച സ്വഭാവം ഓൽക്ക്. പിന്നെ റമളാൻ ഇനി ഒന്നായിട്ടൊരു കൊല്ലമൊക്കെ വരേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഉള്ളു ശുദ്ധമാവുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മളുടെ റമളാനും ഫുർസത്തുൻ ലിത്തഹറുറി മിൻ സുആലിൽ അബീദ്, ജനങ്ങളോട് യാചിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നതിൽ നിന്നൊരു മോചനമാണ് റമളാൻ നമുക്ക് തരുന്നത്. എന്ന് പറഞ്ഞാൽ റമളാൻ സ്വതക്കയുടെ മാസമാണ്. വന്നു ചോദിക്കണോനോടൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. ഓൻ കള്ളനാണോ? ആ താത്ത എന്നും കാണാലോ ബസ്സിൽ, അതിപ്പോൾ എന്ന് തുടങ്ങിയതാ. അങ്ങനെ ഓരോന്ന് ആലോചിച്ചാൽ പെരിയിൽ വരുമ്പോഴത്തേന് ആ പൈസ ബാക്കി ഉണ്ടാവുമോ? ഇല്ല. ആ പൈസ 1 കിലോ സാദാ മുന്തിരി വാങ്ങും, 1 കിലോ ജ്യൂസ് മുന്തിരി വാങ്ങും, 1 കിലോ വത്തക്ക വാങ്ങും, 1 കിലോ പിന്നെ കുരുല്ലാത്ത പിന്നെ പാകിസ്ഥാനി മുന്തിരി വാങ്ങും. അക്ക വാങ്ങി ഈ കുടി കൊടുന്നെടുത്ത് പിന്നെ നോൽമ്പ് കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ അടി കൂടുമ്പോൾ പറയും, പോയി എന്തിനാപ്പം അതൊക്കെ ഞാൻ കൊടുന്നത്, അത് അമ്പൈക്കാണ് പോവും അല്ലേ. പക്ഷേ ആ ചോദിച്ച സ്വതക്കകൾ കുറച്ചാണെങ്കിലും 100 ഇതുവരെ അതുകൂടി പറയട്ടെ, ഇതുവരെ ഞാൻ ചെമ്പക്കുത്തുകാരോട് പിരിവ് ചോദിച്ചില്ല. ഞാൻ മെല്ലെ ക്ലാസ്സിന് വരും പോവും. ഇക്കൊല്ല ഞാൻ പെട്ടു. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നോട് എൻ്റെ ബാപ്പ കമ്പളക്കല്ല് ഖത്തീബായി ഏറ്റപ്പോൾ ആദ്യമായിട്ട് ഖുത്തുബക്ക് പോണ കമ്പളക്കല്ല. അപ്പം എന്നോട് പറയും, ഏത് പള്ളിക്കലും ഖുത്തുബക്ക് പോകാം, അവിടുന്ന് പോരുമ്പോൾ ഉടക്കുകയോ വെറുക്കുകയോ ചെയ്ത് പോരരുത്. അങ്ങനെ ആയാൽ ഒരു കാലത്തും ബർക്കത്ത് കിട്ടൂല. എൻ്റെ വാപ്പാൻ്റെ ഒരു പ്രകൃതം അതായിരുന്നു. ഇവിടെയൊക്കെ മദ്രസ മുപ്പത്തിശ്ശേരി വന്നു. അപ്പം ഞാൻ നിന്നോടത്തൊക്കെ എന്ത് ചെയ്യും എന്താണെന്നറിയില്ല, ഒരു സ്നേഹത്തോടു കൂടിയാ പോരുമ്പോൾ പോരുക. അങ്ങനെ നിങ്ങളെ നാട്ടിലും വന്ന് ഇവിടത്തെയൊക്കെ പോലെയുള്ളൊരു സ്ഥലമാണ് മലയോര മേഖലയായ പേരാമ്പ്ര. ഈ പേരാമ്പ്രയിൽ ഞാൻ ആദ്യമായി 2000 ചെല്ലണം. അവിടെ 35-36 ആൾ 40 ആളൊക്കെയാണ് ജുമാക്ക്. ഇപ്പോൾ അൽഹംദുലില്ലാ 800ഓളം ആളുകൾ ജുമാക്ക് വരുന്നുണ്ട്.
ആ ജുമാക്ക് വരുന്നതിൽ 13 വീടാണ് നമുക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പള്ളിയുമായി ബന്ധപ്പെട്ടുള്ളത്. 13 വീടാണ്. ബാക്കിയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ട്രഷറി ഉദ്യോഗസ്ഥന്മാർ, അപ്പുറത്ത് KSF, ഇപ്പുറത്ത് പഞ്ചായത്ത്, പിന്നെ എവിടെ നിന്നൊക്കെ ഗ്രാമീണ മേഖലയിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ജുമാക്ക് അങ്ങനെ വരും. ജുമാക്ക് അങ്ങനെ വന്ന് നിസ്കാരത്തിനൊക്കെ ഉണ്ടാവും. ഓല അങ്ങനെ അത് കഴിഞ്ഞ് പോവും. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഓരെ കൊണ്ട് കഴിയാവുന്നൊക്കെ ചെയ്യും. അപ്പോൾ പള്ളി അസൗകര്യമായി, കയറി വരുന്നിടത്ത് അസൗകര്യം, സ്ത്രീകൾക്ക് സൗകര്യം കുറവ്, അങ്ങനെയൊക്കെ ആയപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഞങ്ങൾ ഒരുങ്ങി അല്പം സാമ്പത്തികമായ ഇത് ചെലവഴിച്ചു കൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ കിട്ടാവുന്ന ചെലവഴിച്ച് പള്ളി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു അനൗപചാരിക രൂപത്തിലാണ് ഓപ്പണാണ്. ഇനി ഇലക്ട്രിക്കൽ പീടികയിലും, അത് ഞാൻ അറിയുന്ന സുഹൃത്താണ്, അവൻ്റെ പീടിയൻ്റെ മുമ്പ് കൂടിയാണ് ഞാൻ പോവുക. അതേപോലെ സിമൻറ്റ് പീടിയ, ടൈല് പീടിയ, 3 പീടിയയിൽ 3.25 ലക്ഷത്തോളം ഉറുപ്പ്യ ടോട്ടൽ കൊടുക്കാണ്ട്. അപ്പോൾ ഞാൻ റെസീറ്റ് കൊടുത്തിക്കണ് അവിടെ വെച്ച് കമ്മിറ്റിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ തിരിച്ചു പോകും. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയണേ, നിങ്ങൾ ആ ബക്കറ്റിലിട്ടാൽ അപ്പം തന്നെ ആ റെസീറ്റ് ഞാൻ എഴുതി തരും. കാരണം എനിക്ക് പിരിക്കാനറിയില്ല. അവസാനം ഓലിനോട് പറഞ്ഞു ഖത്തീബിനെ മാറ്റേണ്ടി വരും, പിരിവ് അറിയണ ഒരാളെ കൊണ്ടുവരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം റെസീറ്റ് ഇട്ട് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും കൂടി അതിലൊരു ഭാഗവാക്കാകണം. അത് പുണ്യം കിട്ടും. നിങ്ങളതിൽ ആരെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ആ പേരാമ്പ്ര മമതാ ജ്വല്ലറിൻ്റെ ബാക്കിലുള്ള പള്ളിയിലൊന്ന് കയറിയാൽ, അതിൽ ഇഷ്ടംപോലെ ഫർണിച്ചർ വണ്ടികൾ പോണ സ്ഥലമാണ്, ഒന്ന് കയറിയാൽ ഞാൻ ഈ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം അത്യാവശ്യം നല്ലൊരു അഭിമാനത്തിൽ കയറിയിരിക്കാവുന്നൊരു പള്ളിയാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതിനുള്ള കൂലി നിങ്ങൾക്കും കൂടി കിട്ടും. അപ്പോൾ കൂട്ടത്തിൽ പറയാൻ. അപ്പോൾ റമദാൻ എന്ന് പറയുന്നത് റബ്ബിൽ അബീദ്, ആളുകൾക്ക് റബ്ബിനോട് തന്നെ തേടിയാൽ റബ്ബ് പരിഹരിക്കുന്ന ഒരു സാഹചര്യം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അള്ളാഹുവുമായി നമുക്ക് അടുത്ത് ഇടപഴകാൻ പറ്റിയ ഒരു സന്ദർഭമാണ് റമദാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പം നമ്മൾ ഖുർആൻ ഓതുകയാണ്. നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ആ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആനിൻ്റെ ഉള്ളത് നമ്മളെ കയ്യിലാണ്. ഈ ഖുർആൻ്റെ മറ്റേ അറ്റമുള്ളത് അള്ളാഹുവിൻ്റെ കയ്യിൽ. അതൊരു പാശമാണ്, ഒരു കയറാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നത് ലൗഹുൽ മഹ്ഫൂൽ, അതിൻ്റെ അറ്റം അള്ളാഹുവിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളിത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും നേരിട്ടുള്ള ഒരു ബന്ധം അള്ളാഹുവുമായി നമ്മൾ പുലർത്തിക്കൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഈ ഇസ്ലാമിനെ കരിവാരി ഇങ്ങനെ തേക്കണം എന്തുകൊണ്ടാണ് അറിയുങ്ങൾ? ബ്രിട്ടനിലൊരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ചർച്ചയിൽ നോവലിസ്റ്റുകളുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു, മറ്റുള്ള പല പ്രമാണിമാരുണ്ടായിരുന്നു, പല ബിസിനസ്സുകാരുണ്ടായിരുന്നു. അപ്പം അതിൽ ഉയർത്തപ്പെട്ട ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം ലോകത്ത് പടരുന്നത് നിയന്ത്രിക്കണം എന്നാണ്. അതെന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ ലോകത്ത് പടരുന്നത് നിയന്ത്രിക്കണം? അതായത് ഓല് മദ്യം ഓല് നിരോധിച്ചിക്കണ്, പലിശ പാടില്ല, വ്യഭിചാരം പാടില്ല. ഇത് 3 കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. അത് 3 ഓൽക്ക് പറ്റൂല. ഓലൊന്നും ഇവിടെ വളർന്നു വന്നാൽ നമ്മളുടെ ഈ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിലനിർത്താനാവില്ല. അതുകൊണ്ട് ഓലെ നമ്മൾ ഒഴിവാക്കണം. അല്ലാതെ ഇസ്ലാമിനോട് വെറുത്തിട്ടോ നമ്മളെ ഖുർആനോട് വെറുത്തിട്ടൊന്നുമില്ല. ഖുർആൻ ഒരിക്കൽ കേട്ട ഒരാളാണെങ്കിൽ അതിനോട് സ്നേഹമേ തോന്നുള്ളൂ. അപ്പോൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഈ ലോക കാഴ്ചപ്പാട് കാണുമ്പോൾ എല്ലായിടത്തും ഇസ്ലാമിന് വെറുപ്പാണല്ലോ എന്ന് പറയുന്നത്. അത്യാവശ്യം തലൻ്റെ ഉള്ളിൽ ചോറുള്ളോലൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. വളരെ തോന്നിവാസിയായി ജീവിച്ച ഒരു പെണ്ണ് ഇന്നലെ ഇസ്ലാം സ്വീകരിച്ചിരിക്കണം. വിവാഹം വേണ്ട, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ലിവിങ് ടുഗദറായി ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ഇന്നലെ ആ സ്ത്രീ തീരുമാനിച്ചിരിക്കണ്, ഞാൻ ലിവിങ് ടുഗദറിനില്ല, ഞാൻ ഇനി വിവാഹമേ കഴിക്കുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ അനുഭവങ്ങളുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ ആശ്ലേഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. അപ്പോൾ മുസ്ലിങ്ങളായ നമ്മളെന്ത് ചെയ്യുക? ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കുക, അള്ളാഹുവിലേക്ക് ഒരു വലിയ പ്രശസ്ത സെലിബ്രിറ്റിയായ, പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, ഇസ്ലാം സ്വീകരിച്ച് വന്ന് കഅബാലയത്തിലെത്തി, കഅബയിൽ നിന്ന് ഉംറയൊക്കെ നിർവഹിച്ച്, ചുറ്റുപാട് ഉംറ നിർവഹിച്ച് എത്തിയപ്പോൾ അവിടുത്തെ വേൾഡ് തലത്തിലെ ഒരു പത്രപ്രവർത്തകൻ ഈ വിവരം അറിഞ്ഞ് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ഒരു പ്രത്യേകത ഇസ്ലാമിന് തോന്നിയത്? ഇസ്ലാം ദൈവവുമായാണ് ബന്ധം, മറ്റേടത്തൊക്കെ പല രൂപവുമായും പല ഭാവങ്ങളുമായും, അതുകൊണ്ട് അതിലൂടെ അതിൻ്റെയൊക്കെ മുമ്പിൽ കുമ്പിട്ടും കൂപ്പിയും എനിക്കിതുവരെ ദൈവത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇസ്ലാം രൂപമോ ഭാവമോ ചിത്രമോ ഒന്നുമില്ലാത്ത
ഒരു എല്ലാറ്റിനും ആശ്രയിക്കാവുന്ന ഒരു സിട്ടാവിനെ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രയാണ് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, ഞാൻ അള്ളാഹുവിനോട്, അള്ളാഹു ഏറ്റവും അടുത്തവനാണ് എന്ന് പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ മാസം കൂടിയാണിത്. കാരണം ബദർ നമ്മൾ പഠിക്കുന്നുണ്ട്. നാളെ ഖുത്ബയൊക്കെ വരുമ്പോൾ, ക്ലാസ് വരുമ്പോൾ ബദറിൻ്റെ സന്ദേശം വരും. അപ്പോൾ അതിൽ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന, ഓർമ്മിക്കുന്ന മാസമാണ്. വഫി ഹാദാ ഈമാഉം ഇലാ അന്ന സ്വാഇം മുർജുവിൻ അൽ ഇജാബ വഅന്ന ശഹ്റു റമളാൻ മുർജുവത്തുൻ ദഅവാതുഹു. റമളാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന ഒരു മാസമാണ്. നമ്മൾ ചോദിച്ചാൽ അള്ളാഹ് തരുമോ, അള്ളാഹ് ചോദിച്ചാൽ തരുമോ, അള്ളാഹു ചോദിച്ചാൽ തരുമോ, അള്ളാഹു നമുക്ക് ചോദിച്ചാൽ തരുമോ, അങ്ങനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, വിചാരിക്കരുത്. ചോദിച്ചാൽ തരും. ഫല്യസ്തജീബൂലി വല്യുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അവന് മാർഗദർശനം നൽകും. മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ചോദിക്കട്ടെ ഞാൻ അവന് ഉത്തരം നൽകാം. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅനി, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകാം. സലാസു ദഅവാത്തിൻ മുസ്തജാബ, 3 പ്രാർത്ഥനക്ക് അല്ലാഹ് മടക്കൂല. ദഅവത്തുൻ സ്വാഇം, നോമ്പുകാരൻ്റെ പ്രാർത്ഥന, അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഈ റമളാനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വെറുതെ ഇരിക്കണ നേരാണെങ്കിൽ പോലും അള്ളാഹുവെ കാക്കണേ റബ്ബേ, ബുദ്ധിമുട്ടിക്കല്ലേ റബ്ബേ, കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ, പിന്നെ സമ്പത്ത് വർദ്ധിപ്പിച്ച് തരണേ റബ്ബേ, സമ്പത്ത് കൊണ്ട് എനിക്കോ എൻ്റെ മക്കൾക്കോ അഹങ്കാരം തോന്നിപ്പിക്കരുത് റബ്ബേ, ബുദ്ധിമുട്ടിക്കരുത് റബ്ബേ, കടം വരുത്തരുത് റബ്ബേ, രോഗം വരുത്തല്ലേ റബ്ബേ. രോഗം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു ആശുപത്രി ചെന്ന് നോക്കുമ്പോഴല്ലേ നമ്മളെ രോഗമൊന്നും അല്ല എന്ന് മനസ്സിലാണ്. ഇന്നലെ ഒരു ഉമ്മ, ആ ഉമ്മയെ സംബന്ധിച്ച് 65 വയസ്സോ 67 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഉമ്മ ഛർദ്ദിക്കണം, ഒന്നായിട്ട് ഛർദ്ദിച്ചിട്ട് മക്കളെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ പറയാണ് കരളിൻ്റെ ഉള്ളിൽ കല്ല് വന്നിക്കണെന്ന്. എയിലൊക്കെയാ കല്ല് വരുന്നത്? നമ്മളാരും കല്ല് തിന്നിട്ടല്ല, കരളിൻ്റെ ഉള്ളിൽ കല്ലാണ്. ആ കല്ല് ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അലിയിച്ച് കളയണം. അതിന് ഒരു ദിവസം 100-150 ഉറുപ്പ്യൻ്റെ ഇഞ്ചക്ഷനും മരുന്നും കുത്തി വെച്ചിട്ട് 1 മാസം കൊണ്ടേ അത് പോകുള്ളൂ. അപ്പോൾ ഏതൊക്കെ അവയവങ്ങൾ, എന്തൊക്കെ വഴി, നമ്മളുടെ മജ്ജ, നമ്മളുടെ ശരീരം, നമ്മളുടെ വൃക്കക്കൊക്കെ ചെറിയ ഒരു അടയാളം തന്നെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും മോചിതമാവുക മനസ്സ് ഇല്ല. അപ്പോൾ നമ്മളൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയാം. എന്നിട്ട് അള്ളാഹുവിനോട് ഇത് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ആരോഗ്യം നല്ലതിനു വേണ്ടിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ നമുക്കിപ്പോൾ എന്തൊക്കെ വിശേഷമൊക്കെ സുഖം തന്നെയാണ്. മുട്ടുംകാലുകൊണ്ട് വയ്യ. നിങ്ങളെ വിശേഷമോ നട്ടെല്ലുകൊണ്ട് വയ്യ. മുട്ടുംകാലുകൊണ്ട് വയ്യ, നട്ടെല്ലുകൊണ്ട് വയ്യ. അതൊന്നും ഒരു അസുഖമല്ല. ആ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു വൈദ്യരെ അടുത്ത് പോയിനൊരിക്കൽ. അപ്പോൾ ആ വൈദ്യർ 1 മുതൽ 10 വരെയുള്ള ടോക്കൺ എടുക്കുകയുള്ളൂ. അപ്പോൾ ആ 1 മുതൽ 10 വരെയുള്ള ടോക്കണ് പൂർത്തിയായി കഴിഞ്ഞാലേ മൂപ്പരെ ഓഫീസിലേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തൊട്ടിട്ട് എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് മുട്ടിന് വയ്യ, മുട്ടുകാലിന് വയ്യ. പിന്നെ 8 എണ്ണം കഴിഞ്ഞ് നോക്കുമ്പോൾ 2 എണ്ണം നട്ടെല്ലുകൊണ്ട് വയ്യ. അപ്പോൾ മൂപ്പര് അവിടെ ഒന്നാണ് പറഞ്ഞുള്ളൂ, മുട്ടുള്ള എല്ലാവർക്കും മുട്ടുകാല് വേദന ഉണ്ടായിരിക്കുന്നതാണ്, നട്ടെല്ലുള്ള എല്ലാവർക്കും നട്ടെല്ല് വേദന ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു കണ്ട് എൻ്റെ കാലിനൊരു അപകടം പറ്റിയപ്പോൾ പോയത്. അപ്പോൾ ഈ കാക്ക പറഞ്ഞു, നിങ്ങൾ ഈ 50 ഉറുപ്പ്യ കൊടുത്ത് ടോക്കൺ എടുക്കണതിൻ്റെ മുമ്പ് പറയുകയാണെങ്കിൽ ഈ കുടിക്കോ ആയിരുന്നു, ഇതിപ്പോൾ എടുത്തും ചെയ്തു. അതാണ് നമ്മളെ അസുഖങ്ങൾ ഒരുവിധമൊക്കെ. മുട്ടുള്ളവർക്കൊക്കെ എല്ലാവർക്കും മുട്ടുവേദന ഉണ്ടാവും, നട്ടലുള്ള എല്ലാവർക്കും നട്ടല് വേദന ഉണ്ടാവും. അതൊന്നും ഒരു അസുഖമല്ല. അൽഹംദുലില്ലാ. വല്ലാതെ അസുഖം തോന്നുകയാണെങ്കിൽ നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലായി പിന്നെ കാഷ്വാലിറ്റി ഉണ്ടല്ലോ, അവിടെ ഒന്ന് കുറച്ച് നേരം നമ്മുടെ കുറേ പ്രവർത്തകരൊക്കെ കാണാം, കുപ്പായക്കെട്ട് ഇങ്ങനെ നിൽക്കണ, പെട്ടെന്ന് വരുന്ന പോലെ അതിൻ്റെ ഉള്ളിൽ കയറ്റാം. അത് ഒരു 4 വട്ടം കണ്ടാൽ മതി. 4 വട്ടം. ഞാൻ പലപ്പോഴും നമ്മളെ ബന്ധുക്കളായോ നമ്മുടെ കുടുംബക്കായൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നൊന്നുമില്ല, നമ്മളെ അവിടുന്ന് തടി സലാമത്താക്കും. അതാണ്. അപ്പോൾ ജീവിതത്തിൽ റമളാൻ മാസം പ്രാർത്ഥിക്കാൻ വേണ്ടി കുറച്ച് സമയം, ഇശാ മഗ്‌രിബിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ, സുബൈ നിസ്കരിച്ചണീൻ്റെ മുമ്പ് കുറച്ച് നേരമുണ്ട്, പള്ളിക്കൽ വന്ന് ഇരുന്ന് നോക്കുമ്പോൾ കുറച്ച് നേരമുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇരുന്ന് ദുആർക്കുക, കൈ പൊന്തിച്ചു ദ്വാർക്കുക, കൈ പൊന്തിക്കാതെ ദ്വാർക്കുക. ഈ കാല് നീട്ടിയിരുന്ന് ഒരാൾക്ക് വെറുതെ ഇങ്ങനെ കണ്ണ് ചിമ്പി ഇരുന്ന് കാണ്ട് ദ്വാർക്കണമെങ്കിൽ ദ്വാർക്കുക. ദ്വാദിന് അദബ് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇനി ആ അദബ് പാലിക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട്, നമ്മൾ വീട്ടിലെ സിറ്റ് ഔട്ടിലാണെങ്കിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവെ കാക്കണേ റബ്ബേ, ബുദ്ധിമുട്ടിക്കല്ലേ റബ്ബേ, കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, ഞാൻ ബുദ്ധിമുട്ടൂല, എന്നെ അള്ളാഹ് സഹായിക്കും.
എന്ന ആത്മവിശ്വാസം നമുക്ക് വരും. നമ്മളെ കുടുംബത്തിൽ നിന്ന് പോലും ആരെങ്കിലും ഒറ്റപ്പെടുത്തിയാലും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. വ റമളാനു ഫുർസത്തുൻ ലിത്തഹരീരിൽ അർവാഇ, നമ്മളുടെ ആത്മാവിന് സ്വാതന്ത്ര്യം നൽകുന്ന മാസമാണ്. അതുകൊണ്ട് റമളാൻ ആത്മാവിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കണം. ഫഇന്നഹു ശഹ്റുല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിക്കപ്പെട്ട മാസമാണ്. ലിയുഹർറിറൽ ഇൻസാന മിൻ സിജ്നിൽ വലാമി വല്ലലാലത്തി, വഴികേടിൻ്റെയും ഇരുട്ടിൻ്റെയും ചെങ്ങലയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് മോചനം നേടിക്കൊടുക്കാൻ വേണ്ടി അള്ളാഹ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഇലാ നൂരിൽ യഖീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ദൃഢമായ വെളിച്ചത്തിലേക്കും, വൽ ഹിദായത്തി, സന്മാർഗത്തിൻ്റെയും, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ വഴി നടത്താൻ സഹായിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോൾ ഖുർആൻ നമ്മളിങ്ങനെ കേൾക്കുക. ഞാൻ പഠിപ്പിച്ച ഒരു 6 വർഷം മുമ്പ് പഠിപ്പിച്ച് വിട്ട ഒരു വിദ്യാർത്ഥി, അവനിപ്പോൾ BCom കഴിഞ്ഞ് MCom ഫസ്റ്റ് ഇയർ പഠിക്കുക. അപ്പോൾ അവൻ എന്നോട്, മാഷേ എനിക്ക് നിങ്ങൾ ഒരു ഖുർആൻ്റെ MP3 അയച്ചു തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതാണ്, ഞാൻ 2-3 അയച്ചു കൊടുത്തു. അതല്ല, എനിക്ക് അബ്ദുറഹ്മാൻ മസ്അദിയുടെ ഖുർആൻ പാരായണത്തിൻ്റേത് അയച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഖുർആൻ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, പേരൊക്കെ ചിലതൊക്കെ ഓർമ്മയുണ്ട്, ചിലത് ഞാൻ അന്വേഷിച്ച് അത് സെലക്ട് ചെയ്ത് അവന് കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അത് കൊടുക്കാൻ കാരണം. അത് സർ, ഞാൻ ഞങ്ങളുടെ റൂമിലാണ് താമസിക്കണം. അപ്പോൾ ഞങ്ങളിതിൽ ഹിന്ദു കുട്ടികളുണ്ട്. അപ്പോൾ 2 മുസ്ലിം കുട്ടികളും ഒരു ഹിന്ദു കുട്ടിയൊക്കെയുള്ള. അപ്പോൾ ഞങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ ആ ഖുർആൻ പാരായണം ഒരു സംഗീതാത്മക ഓത്താണ്. അപ്പോൾ അവനും കേട്ടാലും അവനും ആ ഈണവും അതേപോലെ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആലോചനോ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇയർഫോൺ വെച്ചാൽ മതി ആ കുട്ടിയെ സംബന്ധിച്ച്. പക്ഷെ എന്താണ്, ഒരു സൗഹൃദമാണ്. അപ്പോൾ ഒന്ന് സൗന്ദര്യത്തിൽ ഖുർആനിനൊരു പ്രത്യേകത ഉണ്ട്. സൗന്ദര്യാത്മകമായി അതിൻ്റെ തജ്വീദ് അനുസരിച്ച് സൗന്ദര്യാത്മകമാക്കിയാൽ അത്രത്തോളം കൂലി കിട്ടും. നമ്മൾ ഓതുമ്പോഴും പരമാവധിയൊക്കെ കുറച്ചൊരു ഉഷാറാക്കാം നോക്കുക. വെറുതെ ഒരു കടമ കഴിക്കണ്ട, അർത്ഥം മനസ്സിലാക്കിയും കൊണ്ടുപോവുക. അപ്പോൾ റമളാനിൽ കുറച്ച് നേരമൊക്കെ ഒഴിവുണ്ടാവുമ്പോൾ ഖുർആനൊക്കെ എടുത്ത്, ഇപ്പോൾ ഖുർആനൊക്കെ നമ്മൾ ഒരുക്കി വെച്ചീനു, അതിനൊരു പൊതിയൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കിനു, നമ്മൾ ഒരുങ്ങി. അതൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ എന്തായിക്കണ്, അതൊക്കെ ഇപ്പോൾ സിബൊക്കെ ഇട്ട് രണ്ടാമത് ആ പഴയ ശീലൊക്കെ എടുത്ത് വെച്ച് വെക്കാനുള്ള ഒരുക്കത്തിലാണ്. അതെന്താ അറിയോ, മിഞ്ഞാന്നുമായിട്ട് അങ്ങാടിക്ക് ഇറങ്ങിയ റമളാൻ അപ്പോൾ പൗതി ആയില്ലേ, പൗതി കഴിഞ്ഞാൽ പിന്നെ ഏകദേശമൊക്കെ ഒരു പൗതി കഴിഞ്ഞു എന്നുള്ള അല്ലേ. അങ്ങനെ പൗതി കയ്യല്ലത്, റമളാൻ പൗതി കഴിഞ്ഞു എന്നല്ല നമ്മൾ കണക്കാക്കണ്ടേ. ആദ്യത്തെ 10ഉം 5 കഴിഞ്ഞിട്ടുള്ളൂ. ഇത് ഗ്രേഡ് കൂടി വരികയാണ്. ഗ്രേഡ് കൂടി അവസാനത്തെ 10ൻ്റെതൊക്കെ നമ്മൾ ഗ്രേഡ് ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ പെരേക്കന്നെ പോവില്ല. സ്വഹാബികളിലും അതുപോലെ തന്നെ സ്വഹാബത്തും താബികളും ഒക്കെ കുറ്റം കിട്ടാതെക്കാൻ വേണ്ടി പള്ളിക്ക തന്നെ ഇരിക്കുവാനും. പെരി പോയാൽ കുറ്റം കിട്ടും. എങ്ങനെ പെരി പോയാൽ കുറ്റം കിട്ടുക എന്നുള്ളതല്ല, നമ്മൾ മാണ്ടാത്ത പറയും, വർത്താനം പറയും. പള്ളിക്ക പിന്നെ അങ്ങനെ വർത്താനം പറയാൻ പറ്റുമല്ലോ അല്ലേ. നമ്മൾ പള്ളിനെ എപ്പോഴും ആദരിച്ചുകൊണ്ടല്ലേ ഉണ്ടാകുക. നമ്മളെ വെറും വർത്താനം പോലും പള്ളിക്കെന്ന് നമ്മൾ പരമാവധി മെല്ലല്ലേ പറയുള്ളൂ. ആ ഉപകാരമുള്ള കാര്യങ്ങൾ പോലും പള്ളിയിലിരുന്നാൽ കുറേ കുറ്റം കുറഞ്ഞു എന്ന് തോന്നിയിട്ട്. അപ്പോൾ പള്ളികൾ ഉപയോഗപ്പെടുത്താം. നമ്മൾ അവസാനം വിട്ടു. ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇപ്പോൾ പരസ്യം വരാൻ തുടങ്ങും, നോമ്പ് തുറക്ക് സൗകര്യമുണ്ട് എന്നൊക്കെ പറയും. ഓല് നോൽമ്പ് തുറന്നിട്ടോ, 5-8 ആൾ അവിടെ ഉണ്ടല്ലോ. നമ്മളെല്ലാവരും കൂടി തുണി കുപ്പായം വാങ്ങാൻ പോയിട്ടേ നോൽമ്പ് ഇറക്കണേ തുണി കുപ്പായം. ഇത് എത്ര കൊല്ലത്തിനുള്ള നമ്മൾ വാങ്ങണേ? 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്നുള്ളൂ. അതിനുള്ള പൈസയൊക്കെ കൊടുത്താൽ മതി. 1 മണിക്കൂർ കൊണ്ട് എടുക്കാനുള്ളതൊക്കെ കൊടുത്താൽ മതി. ഇത് ഒന്നായിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ നിന്നാൽ വൈകുന്നേരം ആവും പോരാൻ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ട് നോക്കി പറ്റി ഇതെടുത്തിട്ട് പിന്നൊക്കെ പാടെടുത്തിട്ട് പിന്നെ അതിനൊന്ന് എടുത്തു പോകുന്നു. ചമ്പക്കുത്തൊന്ന് ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് പറയും, അല്ല അളേ നമ്മൾ ആദ്യം കണ്ടതിന് നന്നായിന് പറഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പോകും പിറ്റേന്ന്. നമ്മളല്ല കേട്ടോ പറയണേ, ഈ എന്താ പറയുക, തലൻ്റെ ഉള്ളിൽ ചോറില്ലാതെ വർക്ക് ചെയ്താൽ നമുക്ക് എന്നാൽ ഇത് മറയേണ്ടോടൊട്ട് മറിയോ ഇല്ല. എന്നിട്ടൊക്കെ തീരുമാനമായി പെരിയിൽ വന്നിട്ട് പിന്നെ കാണാൻ പിറ്റേന്ന് ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് അറിയും, ഇതൊന്നും കൂടി വരുവണ്ടി, ഇതൊന്ന് മാറ്റാൻ പോകണം. പീഡിയക്കാർക്ക് തന്നെ പണി. പ്രത്യേകിച്ച് ഈ ഓണത്തിനും വിഷുവിനൊന്നും ഈ മാറ്റലും ഇതൊന്നുമില്ല. ഇത് നമ്മളെ കൗമിനായിട്ട് റിസർവ് ചെയ്തതാണിത്. അപ്പോൾ നമ്മൾ പോകും 1 മണിക്കൂർ കൊണ്ട് തുണി പാടുക്കുക പോരുക. ആ 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് നിങ്ങളെ കുട്ടികളെ തുണി പായ കണ്ടില്ലേ നിങ്ങൾ. ഈദ്ഗാഹ് കഴിഞ്ഞ് കാണ്ട് പിന്നെ ഈദ്ഗാഹില്ലേ തുടരുന്നില്ലേ? ഇപ്പോൾ ഈദ്ഗാഹ് തുടരുന്നില്ലേ? ഉണ്ട് അൽഹംദുലില്ലാ. അന്ന് നമ്മളെല്ലാവരും നമ്മളെ
പിന്നെ കാക്കാനൊക്കെ ഓർമ്മ വരികയാണ്. കാരണം മൂപ്പര ധീരമായ തീരുമാനം ആണ് നമ്മളെ മാനിക്കാൻ്റെ കുപ്പാനെ. ആ തീരുമാനമാണ്. ആരൊക്കെ പറഞ്ഞു ഇങ്ങനെ തേങ്ങ ചാടും, പട്ട ചാടും, തേങ്ങയും പട്ടയൊക്കെ തലേന്നാണ് എടുക്കുക, പിന്നെ നന്നായിട്ട് ചാടുമൊന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് ആ കോളേജിൻ്റെ മുമ്പിൽ നമ്മളന്ന് പള്ളിൻ്റെ മുമ്പിൽ ഈദ്ഗാ തുടങ്ങി. അൽഹംദുലില്ലാ. അപ്പോൾ ഈദ്ഗാ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെടുത്ത തുണിയിപ്പായൊന്നും ഞങ്ങളൊക്കെ കാണാൻ ഏതെങ്കിലും കീറാവനിയായിട്ട് കിടക്കുന്നുണ്ടാവും. കുട്ടികളെ തുണിയിപ്പായൊക്കെ കാണാൻ തെങ്ങുമ്മൊക്കെ എത്തിക്കാണും. അതൊക്കെ ഊരി ഈ ജാതി ചൂടത്ത് തോരൊന്നുമില്ല. അപ്പം അതിനൊക്കെ കണ്ടില്ലെടുത്താൽ മതി. നിങ്ങളാണെങ്കിൽ ആ കീറ മാക്സി ഇട്ട് കിടക്കുന്നതാണ്. അപ്പം അത്രയും നമുക്ക് വേണ്ടുള്ളൂ. നമ്മൾ ഈ അവസാനത്തെ 10 ഉണ്ടല്ലോ, നമുക്ക് പരമാവധി നിങ്ങൾ ചിലവാക്കണ മാതിരി അത്ര തന്നെ ഞാൻ പറയണേ. നിങ്ങളതിന് ഉഷാറാണ്. ആ നിറഞ്ഞു നിന്ന മനസ്സേറ്റ് എപ്പോഴും ഇങ്ങനെ അവസാനമാണ് ഏറ്റവും നല്ലത്. അവസാനമാണ്. അപ്പം ആ 10 ദിവസത്തേക്ക് നമ്മളിങ്ങനെ നീങ്ങുകയാണ്. എങ്ങനെ ഇല്ലസൗം അള്ളാഹു പറയാണ്, വിശ്വാസിക്ക് അവൻ്റെ മനസ്സിനെ സിജ്നുൽ ജസദി ഇലാ ഫലാഇർ റൂഹ്, ജയിലിൽ നിന്ന് തൻ്റെ ആത്മാവിനെ വളരെ അന്തരീക്ഷത്തിലേക്ക് പറപ്പിക്കുന്ന, വമിൻ മുറാഖബത്തിൽ ഖൽഖി ഇലാ മുറാഖബത്തിൽ ഖാലിഖി, ജനങ്ങൾ കുറ്റം നോക്കി നടക്കുന്നിടത്ത് അള്ള നിരീക്ഷിക്കുന്ന മാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഖാല റസൂലുള്ളാഹ്, അള്ള പറഞ്ഞിട്ടുണ്ട്, ഇല്ലസൗ ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി യദഉ ശഹവതഹു വതആമഹു മിൻ അജ്ലി. റമളാന്റെ കാര്യത്തിൽ അള്ള പറഞ്ഞു, ഓൻ്റെ നോൽമ്പിൻ്റെ കൂലി ഞാൻ കൊടുത്തോളാം, ഓൻ്റെ നോൽമ്പിൻ്റെ കൂലി ഞാൻ കൊടുത്തോളാം. അപ്പോൾ എല്ലാം അള്ള തന്നെ തരണേ. പിന്നെന്തിനാ റസൂലുള്ള പറയും, എന്തിനാ പിന്നെത് ഇങ്ങനെ പറഞ്ഞത്? അതോ ശരീരത്തിൻ്റെ കൂലി മാത്രമല്ല, മനസ്സിൻ്റെ കൂലിയും കൂടി കിട്ടണം. നമ്മളിപ്പോൾ ഉച്ചക്കണ് കടന്നാൽ ഉറങ്ങിയാൽ അസർ വരെ നമുക്ക് ഉറങ്ങാം. അസറിന് നമ്മളങ്ങോട്ട് ഉറങ്ങിയാൽ മഗ്‌രിബ് വരെ ഉറങ്ങാം. മഗ്‌രിബ് കഴിഞ്ഞാൽ ഇശ വരെ ഉറങ്ങാം. ഇശ കഴിഞ്ഞാൽ സുബൈ വരെ ഉറങ്ങാം. അങ്ങനെ ഉറങ്ങാനുള്ള ക്ഷീണമൊക്കെ നമുക്കില്ലേ? പിന്നെന്താ നമ്മൾ ഉറങ്ങാത്തത്? അങ്ങനത്തെ ഒരു നോൽമ്പല്ലോ നമ്മൾ നോൽക്കേണ്ടത് കരുതിയിട്ട് ഓത്തും ദിക്കറും വായനയും പഠനവും അതിൻ്റെ ഇടയ്ക്ക് മൊബൈൽ തുറന്നു വെച്ച് പ്രസംഗം കേൾക്കും, അല്ലെങ്കിൽ ഓത്ത് കേൾക്കും, അല്ലെങ്കിൽ അർമ്മന് ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്യണത് നോക്കും. ഇതൊക്കെ പുണ്യല്ലേ? അപ്പം നമ്മുടെ പ്രാർത്ഥനയൊപ്പം നമ്മളുടെ മനസ്സിനെ, ഈ മനസ്സ് എന്ന് പറയണത് അറിയങ്ങൾ, മനസ്സ് എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു കെട്ടിക്കുടുക്കുവാണ്, ഒരു പ്രതിഭാസമാണ്. അപ്പം ഞാൻ കേവലം ഒരു അധ്യാപകനാണ്. അതോടൊപ്പം നിങ്ങളെയൊക്കെ പോലെ നിങ്ങളെ നാട്ടിൽ നിന്ന് പഠിച്ച അത്യാവശ്യം അറിവും ഖുർആനും ഹദീസും പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നുകൊണ്ട് കുറച്ചൊക്കെ ഓർമ്മയിലുണ്ട്. ഓർമ്മയിലില്ലാത്ത അങ്ങനെ എഴുതിയും പോരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും എത്ര കോള് വരുന്നറിയോ? എന്താണ് ഈ കോളൊക്കെ എന്നാലോ? പൈസ വേണമെന്നോ അവിടെ മരുന്ന് അതൊന്നുമല്ല. മൗലവി എന്താണെന്നറിയില്ല, മനസ്സൊക്കെ ആകെ ഇതായിപ്പോയിക്കണം, സങ്കടമാകുക. എവിടെയെങ്കിലും ഒരു കൗൺസിലിംഗ് സെൻ്റർ ഉണ്ടോ കുട്ടികളെ കാര്യത്തിൽ? നല്ലോണം പൈസ ഉള്ള പെരീന്ന് ഉള്ള ബാപ്പാരെ വിളി ഇപ്പം ഇതാണ് കൗൺസിലിംഗ്. അതോടൊപ്പം വലിയ ബിസിനസ്സുകാരായി കോടികൾ മറിച്ചുന്ന ആളുകൾ മാനസിക നിലയൊക്കെ തെറ്റിയിട്ട് പെരിയിൽ പാത്രമൊക്കെ എടുത്തെറിയുക, എന്നിട്ട് പെണ്ണുങ്ങൾ വിളിക്കുക, പുറത്തറിഞ്ഞൂടാ, എളാപ്പാൻ അറിയിച്ചുകൂടാ, മൂത്താപ്പാൻ അറിയിച്ചുകൂടാ. എവിടെയെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ അവിടുന്ന് ഒരു വണ്ടി വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പം എങ്ങനെ ഇത് തുടങ്ങിയത്? മൂപ്പർ അങ്ങനെ ദീനിയായ കാര്യത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, അതിനൊക്കെ ഒരു സൈഡായിട്ട് കൊണ്ടുകിടക്കുകയാണ്. പൊക്കപ്പാടെ തലയിൽ വന്ന് തലയൊക്കെ ആകെ തകർന്നു പോയി. ആരും അറിയിച്ചുകൂടാ, പാത്രമൊക്കെ എടുത്ത് എറിയാണ്, തുണി കുപ്പായൊന്നും മാറ്റാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഉണ്ടായാലും മനസ്സ് ചൊകിനായില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെല്ലാം പിടുത്തം പെടും. അപ്പോൾ അതുകൊണ്ട് മനസ്സിനെ നന്നായി നമ്മളൊരു ചെറിയ 3 വയസ്സായ കുട്ടീനെ കൊണ്ടു നടക്കണ മാതിരി അതിന് വേണ്ടതും അതിന് തോണ്ടി കൊടുക്കേണ്ടതും അതിന് തേച്ച് കൊടുക്കേണ്ടതും ഒക്കെയാണ് ഈ റമളാനിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. അതിന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ റമളാനിൻ്റെ പുണ്യം ഞാൻ കൊടുത്തോളാം എന്നല്ല പറയാൻ കാരണം എന്താ അറിയോ? റമളാനിൽ നമ്മളുടെ മനസ്സിനെ നന്നായി പരിവർത്തിപ്പിച്ച് കൊണ്ടുവരികയാണ്. വലിയ ആക്രാന്തങ്ങളില്ല, വലിയ ആഗ്രഹങ്ങളില്ല, വലിയ പൂതികളില്ല. പുതിയ തലമുറയിലെ കുട്ടികൾ എന്താ പറയണറിയോ? ആകെ ഈ ഒരു ജീവിതമുള്ളൂ, അത് പരമാവധി അടിച്ചു പൊളിക്കുക. ഓൽക്ക് കിട്ടുന്ന സന്ദേശം അതാ. മൊബൈലിൽ ഓല ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലൊക്കെ ഓൽക്ക് കിട്ടുന്നതാ, ഈ ലോകം മാത്രമേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ ജീവിതമല്ല, അത് കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കുക. അത് പിടുത്തം വിടുമ്പോൾ ഓൽ തൂങ്ങിയരിച്ച. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഈ മരണാനന്തരം ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ വലിയ പ്രതീക്ഷകളാണ്.
ഒരാൾ ആശുപത്രി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റി, രണ്ടാമത്തെ കാല് മുറിച്ചു മാറ്റി, അയാളെ കാല് ഇവിടെ വരെ എത്തി. ഇവിടെ എത്തുമ്പോഴും മുറിച്ചു മാറ്റുന്ന സമയത്ത് മുസ്ലിമായ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞത്, സാരല്ല, അള്ളാഹ് നിങ്ങൾക്ക് അതിന് കൂലി തരും, സാരല്ല, കാല് അത് വിഷമിക്കണ്ട, അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം തരും, നിങ്ങൾ ക്ഷമിച്ചാൽ മതി എന്നാ. വലിയ പ്രതീക്ഷയല്ല അയാൾക്കാ കൊടുക്കണത്. അപ്പോൾ ആത്മാവിനെ നമ്മൾ വല്ലാതെ കാണേണ്ട മാസം. റമളാൻ ഫുർസത്തുൽ തഹർറുരി മിൻ ശർരി നഫ്സിൽ അമ്മാറ ബിസ്സൂ. നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് തെറ്റിനോടെപ്പോഴും ഒരു അടുപ്പം പാലിക്കുന്ന മനസ്സാണ്. ആ അടുപ്പം പാലിക്കുന്ന മനസ്സിനെ ചെങ്ങലക്കിടാൻ പറ്റുന്ന മാസം. വൽ ഫിക്കാക് മിൻ അസ്രിഹ, അതിൻ്റെ ബന്ധനത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കുവാൻ. ഖാല ഫലഖ്തഹമൽ അഖബ, ആ മലമ്പാത വിട്ടു കടന്നില്ല. ഖാലൽ മുഫസ്സിറൂൻ, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അവർ പറഞ്ഞത്, ഹാദാ മസലുൻ ലറബഹുല്ലാഹു ലിമുജാഹദത്തിൻ നഫ്സ്. ഇത് ഉദാഹരിച്ചത് സ്വന്തം മനസ്സിനോട് സമരം ചെയ്യുന്ന മനുഷ്യനെ കുറിച്ചാണ്. സ്വന്തം മനസ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആഗ്രഹത്തിൻ്റെ പുറകെയൊക്കെ അങ്ങോട്ട് പോവും. ഇപ്പോൾ പിന്നെ ആരെങ്കിലും ഒരാൾ പറയണ, എടാ എൻ്റെ അടുത്ത് എന്തെങ്കിലും പൈസ ഉണ്ടോ? പൈസ ഉണ്ട്. എത്ര ഉണ്ട്? എൻ്റെ അടുത്തൊരു 2 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. അത് ഇപ്പം തരികയാണെങ്കിൽ എനിക്ക് നാളെ ആകുമ്പോഴത്തേന് 4 ലക്ഷം ആക്കി തരാം. 4 ലക്ഷമോ? നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനോ? നാളെ വൈകുന്നേരം 4 ആക്കി തരൂ. അതെന്താ കച്ചവടം? അതൊന്നും വിചാരിയണ്ട, എനിക്ക് 4 ആക്കി തരുന്ന. അപ്പോൾ വൈകുന്നേരം 4 ആക്കി തന്നു. അപ്പോൾ പിറ്റേന്നോ മഗ്‌രിബ് നിസ്കരിച്ച് കാണ്ട് ഇശ നിസ്കരിച്ചാൽ വന്നപ്പോൾ അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മളെ ബിസിനസ്? ഉഷാറായി നടക്കുന്നുണ്ട്. ഞാൻ ആ 4 തന്നാൽ ഇപ്പം 4 തന്നാൽ നാളെ എനിക്ക് 8 ആക്കി തരൂ. തന്നെ അങ്ങനെ ആക്കി തരൂ? ആക്കി. പിറ്റേന്ന് 8 ആക്കി തന്നു. പിറ്റേന്ന് നമ്മൾ അവനോട് ചോദിക്കുകയാണ്, ഞാൻ 8 തന്നയച്ച് 8 തന്നാൽ നോക്കട്ടെ, ചിലപ്പോൾ ആയിക്കോട്ടെ 16 ആക്കി തരാം. 16 ആക്കി തന്നു. പിന്നെ നമ്മൾ അമ്മോശാക്കാൻ്റെ അടുത്ത് പോണ്, അളാപ്പാൻ്റെ അടുത്ത് പോണ്, മൂത്താപ്പാൻ്റെ അടുത്ത് പോണ്, ആരോടൊക്കെ പോണ്, എവിടെയൊക്കെ ബാങ്കിലൊക്കെ പോണ്. അവിടുന്ന് പിന്നെ ഒരു 10 കൂടി വാങ്ങിയെന്ന് ഓനോട് പറയാം, ഞാനൊരു 30 ഒപ്പിച്ചിക്കണേ, ജവ് പിറ്റേന്ന് 60 ആക്കി തരുമോ? ആ 30 വാങ്ങിയാൽ പോയതാ. പിന്നെ മറ്റോണ്ട് പാലത്തിൻ്റെ തൊട്ട് കുത്തിരിക്കണേ. പാലത്തിൻ്റെ തൊട്ട് എന്നാൽ കൈമാറല്ലേ? ഈ കനാലില്ലേ, കനാലും ഇതിൻ്റെയൊക്കെ പാലം, അതിൻ്റെ ഉള്ളിൽ ആരും കാണൂല. അവിടുന്ന് ഈ നിസ്കരിച്ച് പോയിട്ട് കൈമാറല്ലേ? ആ 35 ലക്ഷം കൊണ്ട് മറ്റവൻ പോയി. എന്തേ ഉണ്ടായത്? ഓൻ പറയണേ, മനസ്സിൽ മാണ്ടാത്തൊരു പൂതി, 2 ഉള്ളത് 2 ആയാൽ മതി, 4 ആകാൻ പൂതി വെച്ച് ഒരുത്തിന് കൊടുത്ത് അവസാനം ഉള്ള 35. ഇങ്ങനെ എത്ര ആൾ? എനിക്കെന്താ പണി? ഒന്നുമില്ല, ഇജ്ജ് ദുബായി പോരണോ? ദുബായി വിമാനം കയറിക്കണം. ഇജ്ജ് വിമാനം കയറിയില്ല. എനിക്ക് ആഴ്ചയിൽ വിമാനം കയറണോ? ആഴ്ചയിൽ വിമാനം കയറാൻ പൂതി വെച്ച് കുത്തിർക്കണോ? സ്വർണ്ണക്കടത്തിന് അരിയാണ്. അല്ലാതെ വിമാനം ഒരിക്കൽ കയറാൻ പൂതിയായ ഒരിക്കൽ കയറി പോരല്ലേ ഉള്ളൂ. ആഴ്ചയിൽ ദുബായി പോയി വരാൻ പൂതി വരണോ? സ്വർണ്ണക്കടത്തിൻ്റെ ആളാണ്. അനക്ക് പിന്നെ മനസ്സിന് ആനന്ദം വേണോ? മനസ്സിന് ആനന്ദം വരാൻ നമ്മളൊക്കെ എന്താ കാട്ടുക? പോയിങ്ങാണ്ട് ഒരു സർവത്ത് കുടിച്ചു. നമ്മളൊക്കെ ഉള്ള കാലത്ത് അങ്ങനെയല്ലേ? അതല്ല, എനക്ക് എന്നേക്കുമായി വേണോ? അതിനാണ് MDMA. ഇതിനെത്രങ്ങാനും വില കൊടുക്കണം എന്നറിയാം നിങ്ങൾ. എത്രങ്ങാനും വില കൊടുക്കണമല്ലോ. എന്നിട്ട് ഇത് തുടങ്ങി നിർത്തി ഒരുത്തൻ പറയാം, തൊള്ളിയിലിട്ടാൽ ഇജാതി ഒരു ചവർപ്പുള്ളൊരു സാധനം വേറല്ലോ. എന്നിട്ട് എന്താ കിട്ടണേ? എന്നിട്ട് ചാകുക, വെടികൊണ്ട് മരിച്ച, അല്ലെങ്കിൽ ഒരുത്തൻ കൊല്ലുക. അവസാനം ഈ 10-20 കൊല്ലം കൊണ്ട് എല്ലാം തീർന്ന് മയ്യത്തായി, മയ്യത്ത് വരെ അടക്കാല്ലാതെക്കുക. അപ്പോൾ നോക്കി നിങ്ങൾ, ആഗ്രഹം, നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞത്, അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അപ്പൊ ആ മനസ്സിനെ വനഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് പൂതി വെച്ചവനാണോ നിന്റെ മനസ്സിനെ നീ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിനെ നീ നിയന്ത്രിച്ചു നിർത്തുക. ആ നിയന്ത്രിച്ചു നിർത്താൻ ഈ റമളാൻ നമ്മളെ പഠിപ്പിക്കുന്നു എന്നാണ്. തിന്മകളിൽ നിന്ന് മാറി, റമളാൻ മാസല്ലേ. ആളുകൾ അങ്ങനെ നമ്മളോട് പറയാം, റമളാൻ മാസല്ലടാ, റമളാൻ മാസത്തിലായി പണിക്ക് പോണ്, റമളാൻ മാസത്തിൽ. അപ്പൊ റമളാൻ മാസത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നടങ്കം ആദരിക്കുന്ന തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഈ മാസത്തിൽ നമ്മളിപ്പോ ഇല്ലേ, അൽഹംദുലില്ലാ, ഞങ്ങളെ നാട് പറഞ്ഞാൽ അത്ര ശുദ്ധമായ, ചില നാട്ടിലൊക്കെ കാണാം, മഗ്‌രിബ് കഴിഞ്ഞ് നോമ്പിന് തുറന്നാൽ പള്ളിൻ്റെ മരത്തേക്ക് നോക്കിയാൽ കാണാം നമ്മൾ വോട്ട് കമ്പനിയാന്ന് വിചാരിച്ചു, എല്ലാവരും കൂടി കണ്ടമാനം പുക വലിച്ച് കാണാം. പക്ഷെ ഇന്നും കാണുന്നില്ല അത്. കാരണം എന്താ വെച്ചാൽ അതൊരു നല്ല ഏർപ്പാടല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അതുണ്ടായിരുന്നത് വരെ തന്നെ എന്ത് ചെയ്തു, ക്യാൻസറും ഇതൊക്കെ ബാധിക്കുന്നുണ്ട്, അവരതങ്ങനെ നിർത്തിപ്പോന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ നമ്മൾ ജീവിതത്തിൽ തിന്മയാണ് കഴിയുമ്പോൾ അത് മാറ്റുകയാണ്.
അങ്ങനെ എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ നമ്മളിപ്പോൾ സഹോദരന്മാരോടൊക്കെ പറയും, നമ്മളിപ്പോൾ ഈ മൊബൈലുണ്ടല്ലോ, ഈ മൊബൈല് ഇങ്ങനെ നമ്മൾ തുറന്നു നോക്കിയാൽ ആ തുറന്നു നോക്കി ഇതാണ് ജീവിതം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിചാരിച്ച് ഒരുപാട് ഡൈവേഴ്സുകൾ വരുന്നു ഇന്ന്. അപ്പോൾ എന്താണ് ഈ ഡൈവേഴ്സുകൾ? അവിഹിത ബന്ധങ്ങൾക്ക് ഒരു നല്ല സാധനമായിട്ട് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാ, ഞമ്മക്കിതല്ലല്ലോ, അല്ല, ഞമ്മക്ക് ഇതല്ല, അങ്ങനെ തന്നെ തീരുമാനിക്കുക. ആണുങ്ങളോടും പറയാണ്, പെണ്ണുങ്ങളോടും പറയാണ്, ഞമ്മക്ക് ഇതല്ല, അങ്ങനെ ആയാലേ ഇതുകൊണ്ട് ഉപകാരമുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളിതിൽ രഹസ്യമായി സംസാരിക്കുക, രഹസ്യമായി ഫോട്ടോ കാണുക, അങ്ങനെ കണ്ട് ഒരുത്തിനോട് അനുരാഗം വരിക, സ്വന്തം പെണ്ണുങ്ങളെയും കുട്ടികളെയും മാണ്ടാതെക്കുക, ഭർത്താവ് അധ്വാനിക്കാൻ പോവുക, ഓൻ കറുത്ത് കരുവാളിച്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ മഞ്ചേരിയിൽ നിൽക്കുമ്പോൾ ഒരാൾ കറുത്ത് കരുവാളിച്ച ഒരാൾ വലിയ തടിച്ചൊരു മനുഷ്യൻ ചേക്കന്മാരുള്ള വന്നുകാണ്ട് എൻ്റെ വണ്ടി കണ്ട് നിർത്തി ഇങ്ങോട്ട് ചോദിച്ചു, ഇങ്ങനെ പപ്പടം വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞു നോമ്പ് അതുകൊണ്ട് പപ്പടമൊന്നും അങ്ങനെ വേണ്ട. അപ്പോൾ വീട് എവിടെ? ഒറ്റപ്പാലത്തുനിന്ന് ഈ വണ്ടിമ്മ ഈ വെയിലും കൊണ്ട് ഉച്ചക്ക് 1:30-1:45 ഇയാളിങ്ങനെ യാത്ര ചെയ്ത് പോരണമെങ്കിൽ ആ വെയിലും ഉണ്ടായാൽ ഷാരൂഖ് ഖാനാണെങ്കിലും കറുത്തു പോകും. ഇപ്പം മിക്ക പെണ്ണുങ്ങളെയും പരാതി എന്താ പറയുക, ആണുങ്ങൾ കറുക്കുകയാണെന്നാ. നിങ്ങളൊന്നാണ് വെയിലുള്ളി. ഞാനും ഇത്രയും കാലം ബൈക്കുമ്മലെന്നായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ആരോഗ്യം കൊണ്ട് അനുവദിക്കാതെ ആയപ്പോൾ ഞാൻ ഒരു കാറിൽ കുറച്ച് പോകണം, എന്നാലും ബൈക്കുമ്പോൾ പോകും. ബൈക്കുമ്പോൾ പോയാൽ വേറെ കുറേ ഗുണങ്ങളുണ്ട്, കുറേ ആരോഗ്യ പ്രയാസങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആണുങ്ങൾ കറുത്തു പോകുക പറഞ്ഞാൽ ഈ വെയിൽ കൊണ്ടിട്ട് കറുക്കണേനെ, പണിയെടുത്തിട്ട് കറുക്കണേനെ, ജോലി എടുത്തിട്ട് ടിക്ടോക്കിൽ വരുന്ന ചിറിച്ചണോലൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഓല ഉള്ളൊക്കെ അതൊക്കെ ചിറിച്ച് ചുണ്ടുമ്പോൾ ചോപ്പിട്ട് വന്ന് ഓലാണ് നമ്മളെ നോക്കുക പറഞ്ഞാൽ ഓൽക്ക് കുറേ ആളെ നോക്കണം. ഒരു കാക്ക പറഞ്ഞതാ, ബസ് സ്റ്റോപ്പിൽ ഇരുന്നുകാണ്ട് സ്കൂൾക്ക് പോണ കുട്ടികളെ, കോളേജിൽ പോണ കുട്ടികളെയൊക്കെ നോക്കണം ഒരുത്തനെ കണ്ട്. കുറേ നേരം കഴിഞ്ഞിട്ട് മൂപ്പര് വന്നുകാണ്ട് പറഞ്ഞു, ഇജിപ്പോൾ ഈ നോക്കിയോലൊക്കെ എൻ്റെ കുടിക്ക് വന്നാൽ എനിക്ക് നോക്കാൻ കഴിച്ചു ചോദിച്ചു. എന്നാൽ നീച്ച് പോകാൻ വിടുന്നു പറഞ്ഞു. അതാ സ്ഥിതി. ഈ അവർ ഈ നോക്കണോലും കാണണോലും ഓൽക്കൊക്കെ ഒരുപാട് പരസ്ത്രീ ബന്ധങ്ങളുണ്ടാവും. ഓലൊന്നും നമ്മളെ നോക്കുന്നെറിയാണ്ട് ഉള്ള കുടിയും പെരി അവനാൻ്റെ മാപ്പളിനെയും കുട്ടികളെയും ഇട്ടെറിഞ്ഞുകാണ്ട് ഓല പിന്നാലെ പോയ 4 ദിവസം കഴിഞ്ഞാൽ സ്വീകരിച്ചാൻ നമുക്കാരും ഉണ്ടാവില്ല. അത് ശരിക്ക് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മനസ്സിലായിക്കോളെ. അതുകൊണ്ട് ഈ മൊബൈലിൻ്റെ ആകർഷണീയതയും മൊബൈലിൻ്റെ ആകൃഷ്ടതയും ഒക്കെ ഈ റമളാൻ മാസത്തിൽ നമ്മൾ ഖുർആനോത്തും തഫ്സീറും അതേപോലെ തന്നെ വഅ്ളൊക്കെ തിരിച്ചു വിട്ടിട്ടില്ലേ, ആ തിരിച്ചു വിട്ട് ഇനി ഇതൊക്കെ പാടെ കഴിഞ്ഞ് അത് അവസാനം മൊബൈലിൻ്റെ പീടി കൊടുത്തുകാണ്ട് മോനെ റമളാൻ മാസം കഴിഞ്ഞു, ഈ മൊബൈലിലൊക്കെ ഇനി ആറാമക്കൾ കയറ്റി തന്നറിയാൻ നിൽക്കണ്ട, നമുക്ക് ആ ഉള്ളത് അതേപോലെ അവിടെ നിലനിന്നോട്ടെ. അപ്പോൾ റമളാൻ എന്ന് പറയുന്നത് തിന്മയെ പ്രതിരോധിക്കാൻ തന്നു, ഇനി ആ തിന്മകൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പുണ്യമാണ്. വറമളാനു ഫുർസത്തുൻ ലിത്തഹരീരി അൽ ഖൽബി മിൻ അഗ്ലാലിൽ ഹിഖ്ദി വൽ ഹസദി. അസൂയയും പകയും ഒക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് പറ്റിയ സന്ദർഭമാണിത്. നമുക്കാരോടും ഒരു പകല്ല ഉണ്ടോ? ഈ പക കൊണ്ടു നടക്കണമെങ്കിൽ തലയിൽ കുറേ സ്ഥലമുണ്ട്, തലയിൽ കുറേ സ്ഥലം വേണം പക കൊണ്ടു നടക്കുക. ഒരുത്തനെ കാണും ഇങ്ങനെ, അയാളോടുള്ള സ്നേഹം കൊണ്ടു നടക്കാൻ കുറഞ്ഞ സ്പേസ് മതി. നമ്മളീ പെരിയിൽ പിരാന്താണെന്ന് പറയുന്നത് നമ്മളെ പെണ്ണുങ്ങളോടുള്ള ദേഷ്യം, അത് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ കുറേ പിന്നെ ഓളെ വാപ്പാനോടുള്ള ദേഷ്യവും ഓളെ അമ്മാനോടുള്ള ദേഷ്യവും ഒക്കെപ്പാടെ ആകുമ്പോൾ തലയിൽ പിന്നെ ഒന്നിനും സ്ഥലം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഓളെ നമ്മൾ സ്നേഹിക്കുക, ഓളെ വാപ്പാനെ സ്നേഹിക്കുക, ഓളെ അമ്മാനെ സ്നേഹിക്കുക, കുട്ടികളെ സ്നേഹിക്കുക, ഭർത്താവിനെ തന്നെ തിരിച്ചും. അപ്പോൾ സ്നേഹമാക്കുക. അയൽവാസികൾ, ബന്ധുക്കൾ, ഉള്ളവരില്ലാത്തവരൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ നോക്കി നമ്മൾ ഈ സൊഫ് നിൽക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ നിസ്കാരത്തിൻ്റെ സൊഫ് നിൽക്കണേ, അത് നോക്കി നിങ്ങൾ ഒന്നുണ്ടാക്കി ആകണോലും ഇങ്ങനെ വരിക നിൽക്കുക, ആകണോലും ഇങ്ങനെ വരിക നിൽക്കുക. ആ നൃത്തം നമ്മളെ മനസ്സിനെ വല്ലാതെ അടുപ്പിച്ചിട്ടുണ്ട്. ചില വലിയ ആളുകളെ കണ്ടില്ല, നിങ്ങൾ കർത്തോനെ കാണുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കുട വാങ്ങൂല, കർത്തോനെ കാണുമ്പോൾ അവനെ അടുപ്പിക്കൂല. അല്പം ഇങ്ങനെ നോക്കും, കുപ്പായത്തിൻ്റെ ഉള്ളിൽ കറുപ്പാണോ, കറുപ്പാണെങ്കിൽ ഓ ഈ സദ്യയിൽ ഇരിക്കണ്ട. എന്തേ നമ്മൾ ഇത് ഇല്ലാത്തത്? നമ്മളൊക്കെ ഉണ്ടാക്കി നല്ല കുപ്പായം വെള്ളത്തുണിയൊക്കെ ഇട്ട് വന്നുകാണ്ട് ഇവിടെ വന്ന് നമ്മൾ പിന്നെ ആണ് തെക്കുബീർ കെട്ടി ഇവിടെ ചിലപ്പോൾ ഇവിടെ വല്ല പിന്നെ ടയർ പീടിയെന്നോ അവിടെ നിന്ന് വന്ന ബംഗാളി അല്ലാ അക്ബർ നിറഞ്ഞോ
അപ്പുറത്തേക്കാണ് നോക്കുമ്പോൾ ഓനെ മണക്കണമുണ്ട്. ഓനെ ഉന്താൻ പറ്റുമോ? ഇല്ല. ഓനെ കുത്താൻ പറ്റുമോ? ഓനെ ആട്ടി പറഞ്ഞാക്കാൻ പറ്റുമോ? പറ്റണ കാര്യം എന്താ? വേണമെങ്കിൽ അമ്മക്ക് അതിൻ്റെ അടിയിൽ നിന്ന് പോകാൻ പാടുണ്ടോ? ഇല്ല. അള്ള ഇതിന് വെറുതെ നിർത്തിയല്ല. ഒരു മലയാള എഴുത്തുകാരൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ, ഞാൻ കണ്ട ഒരു കാഴ്ച, ഞാനൊരു കമ്പനിയിൽ ഫാക്ടറിയിൽ ചെന്നപ്പോൾ ആ ഫാക്ടറിയിൽ ഒരു തൂപ്പുകാരനുണ്ടായിരുന്നു. ആ തൂപ്പുകാരൻ അവിടെ വന്ന് തൂക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്നതും ഞാൻ ചെന്നപ്പോൾ അവിടെ മാനേജറും അസിസ്റ്റൻ്റ് മാനേജറും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിസ്കാരത്തിന് സമയമായി, ഞങ്ങൾ പോവുകയാണ്, നീ ഇവിടെ ഇരുന്നോ. അപ്പോൾ എനിക്ക് ആ ഫാക്ടറിയുടെ വലിയ ഉത്തരവാദിത്തം ചാവി കൊണ്ട് ഏറ്റെടുക്കാൻ എനിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അവരെയും കൂട്ടി അവരുടെ കൂടെ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ചെന്നപ്പോൾ ആ മഹത്തായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ തൂപ്പുകാരനായ അന്യദേശത്തുകാരനാണ്. അന്യദേശത്തുകാരനായ തൂപ്പുകാരൻ്റെ കീഴിലാണ് ആ മഹത്തായ വലിയ പ്രാർത്ഥന നടന്നത്. അതാണ് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചത്. നമ്മളെ ക്ലാസ്സിൻ്റെ സമയം കഴിഞ്ഞില്ലേ? എത്രയാ? അല്ല, എന്നാ പിന്നെ നിങ്ങളിഞ്ഞ് ആംബുലൻസ് കൊണ്ടുപോണ്ടി വരുമ്പോൾ. അപ്പോൾ മിൽ അഖ്ലാലി, ഒരാളോട് നമുക്കൊരു വിരോധമോ ഒരു വെറുപ്പോ റമളാൻ മാസത്തിൽ തീരെ നമുക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ വൽ ഹസദി വൽ ഗളബി വൽ ഇന്തിഖാം, ആളുകളെ ആക്ഷേപിക്കുക, കുറ്റം പറയുക, ഓൻ അങ്ങനെയാണ് മറ്റോ ഇങ്ങനെയാണ്, ഇതൊന്നും നമ്മളില്ല, ഈ മാസത്തിലില്ല. അപ്പോൾ ഞാൻ ഈ മാസം പോലെ ആവും, ഞാൻ കുറ്റവും കുറവും നോക്കണില്ല. അതേപോലെ ഇല്ല. ഒരു നോക്കൂ നിങ്ങൾ, ഞാനൊരു അനുഭവം പറഞ്ഞുതരാം. ഒരു കുടുംബം, ആ കുടുംബത്തിൽ വലിയ ഒരുപാട് പ്രതിസന്ധികൾ വന്നു. കാരണം ആ കുടുംബത്തിലെ വധു വരൻ വീട്ടുകാരാണ്. അപ്പോൾ ആ വധു വരൻ വീട്ടുകാർക്ക് മൊത്തത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4 മക്കളാണെന്നാണ് എൻ്റെ ഓർമ്മ. 4 മക്കളാണ്. രണ്ട് ആൺകുട്ടിയും 2 പെൺകുട്ടിയാണെന്ന് എൻ്റെ ഓർമ്മ. എൻ്റെ അടുത്തൊരു പ്രതിസന്ധിയിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന് പുതിയാപ്പളൻ്റെ വീട്ടുകാരും പുതിയണ്ണിൻ്റെ വീട്ടുകാരും ഒക്കെ വന്ന് വട്ടത്തിലിരുന്ന് അപ്പോൾ ഈ പുതിയണ്ണിൻ്റെ വാപ്പ ഒരു പാവം മനുഷ്യനാണ്. അയാൾ ഈ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായ ആളാണ്, കർഷകനുമാണ്. അപ്പോൾ ഈ പട്ടാളത്തിൽ റിട്ടയർഡായ അയാൾ ആ പട്ടാള ചിട്ടയിലേ സംസാരിക്കുള്ളൂ. അപ്പോൾ ഈ പുതിയാപ്പളൻ്റെ വീട്ടുകാർ കുറേ ആളുകൾ വന്ന് ഒരുപാട് കുറ്റങ്ങൾ, ഈ മരുമകളെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാം പറഞ്ഞ് അപ്പോൾ മധ്യസ്ഥരുണ്ടാവുമല്ലോ, അതേപോലെ 2 കുടുംബത്തിലും മാന്യമായ ആളുണ്ടാവുമല്ലോ. ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി മൂപ്പരോട് പറയാൻ പറഞ്ഞു. ഇനി പെണ്ണിൻ്റെ ഉപ്പാനോട് പറയാം. മൂപ്പര് പറഞ്ഞു, ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെ കുറ്റവും കുറവും നോക്കി വളമ്പാനുള്ളൊരു മതമല്ല, ഞാൻ ഒരു മുസ്ലിമാണ്. അപ്പോൾ മാധ്യസ്ഥരുടെ കൂട്ടത്തിലൊരു ഹിന്ദു വക്കീലുണ്ടല്ലോ, മൂപ്പർ ഇങ്ങനെ നോക്കി അടുത്തിരിക്കണ മാധ്യസ്ഥൻ്റെ ചെവി ചോദിച്ചല്ലോ, ഓലും മുസ്ലിങ്ങളല്ലേ, ഇപ്പം ഈ പറഞ്ഞോലും. അപ്പോൾ മൂപ്പരൊന്നും മിണ്ടിയിലാണ്. അതൊക്കെ കഴിഞ്ഞ ആൾ പറഞ്ഞു, നിങ്ങളെന്താണോ പറയണത്, അല്ലാതെ നിങ്ങളെ മകൻ്റെ കുറ്റം കുറവ് അതൊക്കെ പാടവിടെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം ഇതിൽ ഒരുമിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഈ നമീമത്തും ഏശനയും കുറ്റമൊന്നും പറയണത് എന്തല്ല, ഒരു നല്ല ഏർപ്പാടല്ല. അതുകൊണ്ട് ഞങ്ങളതൊന്നും പറയില്ല, നിങ്ങൾ നമ്മളെ കുട്ടീൻ്റെ കുറ്റം പറഞ്ഞോളി. ആ ഒരു തീരുമാനമാണ് ആ കുടുംബത്തെ ഒരുമിപ്പിച്ചത്. ആ ഭാര്യയും ഭർത്താവും അവരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു, ഇൻ്റെ കുറ്റം ഒന്നും ഓള് വീട്ടിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഓനൊരുപാട് കുറ്റമുണ്ടെന്ന് ഓൾക്കറിയാം. ഇൻ്റെ ഇത്രയും കുറ്റങ്ങളുണ്ടായിട്ട് അതൊന്നും ഓളെ വാപ്പാനോട് ഓള് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എന്നെ ഓള് വിശ്വസിച്ചു, ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ഈ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എനിക്കുണ്ടാകും, നിങ്ങൾക്കുണ്ടാകാം. അതൊന്നും നമ്മൾ അമ്മോശനായാലും മരുവനായാലും മകളായാലും അതേപോലെ തന്നെ അമ്മായിമ്മയായാലും ഒക്കെ ഇപ്പോഴത്തെ അമ്മായിമ്മമാരോട് കൂടി പറയാൻ കേട്ടോ, അമ്മായിമാരോട് കൂടി പറയാനേ, നമ്മളെ മക്കൾക്ക് പെണ്ണ് കിട്ടാൻ റബ്ബേ തെരഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇനി അതിൻ്റെ കുറ്റവും കുറവും നോക്കാം, ഓല് നോക്കിക്കോട്ടെ, നമ്മളെല്ലാവരും കൂടി നോക്കാൻ പോണ്ട. ഓലൊരു വൈക്കാണ് പോകട്ടോ, പിന്നെ നമ്മളെ മക്കളും കൊതിയിടും. അതെന്തുകൊണ്ടാണ് പറയണറിയോ? ഈ ടിക്ടോക്കൊക്കെ തന്നെയാണ് അതും നിയന്ത്രിക്കണേ. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞല്ലോ നമ്മളോട് ഇങ്ങനെ തെറ്റും കുറ്റവും കുറവും നോക്കണ്ട. അപ്പോൾ നമ്മൾ റമളാനിനെ ആരെ തെറ്റും കുറ്റവും നോക്കാം, കരിഞ്ഞിക്കണോ, പത്തിരി കരിഞ്ഞിക്കണോ, ജ്യൂസ് അടിച്ചത് കുരുണ്ടോ ഒന്നൊന്നും നോക്കാൻ പോണ്ട. ഇതാ അസ്ബഹക അഹദുക്കും യൗമൻ സ്വാഇമൻ ഫലാ യർഫുസ് വലാ യജ്ഹൽ ഫഇന്ന മുറൂഅത്തുൻ ഇന്ന മുർഉൻ ശാത്തമഹു ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി സ്വാഇമുൻ. എന്ത് പറഞ്ഞാലും ഇപ്പം മീറ്റിംഗ് കൂടിയാണ്, റമളാൻ മാസത്തിൻ്റെ മീറ്റിംഗാണ്. ഒരു സ്ഥലത്തുണ്ട് സക്കാത്ത് കമ്മിറ്റി റമളാൻ്റെ തലേന്ന് കൂടിയിരിക്കണം. അപ്പോൾ ഞാൻ ആ വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഭയങ്കര വച്ചിയും പുളിയും തിരക്കും വക്കാണോ ഒക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചെത്താൽ അത് സക്കാത്ത് കമ്മിറ്റിയാണ്.
അതാണ് സക്കാത്ത് കമ്മിറ്റി ഇങ്ങനെ കൂടാ, അതിനാ ഞങ്ങൾ നോൽമ്പിൻ്റെ മുമ്പ് തുടങ്ങി, അല്ലെങ്കിൽ നോൽമ്പുറിഞ്ഞു പോകുമല്ലോ. അപ്പോൾ എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ട്, എന്തൊക്കെ എതിരഭിപ്രായങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഒരു ബക്കറ്റ് പോകുന്നുണ്ട്. ഏത് ബക്കറ്റാണത്? നമ്മളെ ബക്കറ്റ് തന്നെയാണ്. ഇൻഷാ അല്ലാ പേരാമ്പ്രൻ്റെ ബക്കറ്റാണ്, ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇങ്ങളെ കൊണ്ട് കഴിയണത് അയക്കിടുക. അത് പല തുള്ളി പെരുവെള്ളമായിട്ട് ആ കട എങ്ങനെയെങ്കിലുമൊക്കെയാണ് തീരും കേട്ടോ. അതിനി മൗലവിയല്ലേ മൂപ്പരിപ്പോൾ എന്താ പറയാന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാക്കുക, അള്ളയാണ് അത്. നമ്മൾ ചിലപ്പോൾ 5 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ, ആയിക്കോട്ടെ, അള്ളാൻ്റെ അടുത്താണല്ലോ നമ്മളെ കണക്കുള്ളത്. വേറെ ഇപ്പോൾ നമ്മളിട്ട കുപ്പായ നമ്മളിട്ട തുണി നോക്കിയിട്ടല്ലല്ലോ. അപ്പോൾ അതിലൊന്നും നമ്മൾ വിഷമിക്കണ്ട. അപ്പോൾ റമളാൻ ഫുർസത്തുൽ തഹറുരി മിൻ ദുല്ലിൽ മഅസിയ, നമ്മളുടെ തഖ്വ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെയും കുറ്റങ്ങളുടെയും ഒക്കെ മനസ്സിൽ നിന്ന് കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ മാ അഖ്റജല്ലാഹു അബ്ദൻ മിൻ ദുല്ലിൽ മആസി ഇലാ ഇസ്സി തഖ്വ ഇല്ലാ അഗ്നാഹു ബിലാ മാലിൻ വഅസ്സഹു ബിലാ അശീറത്തിൻ വആനസഹു ബിലാ അനീസിൻ. നോക്കൂ നിങ്ങൾ, ചിലർ കൂട്ടില്ലാത്തവരുണ്ടാവും അല്ലേ? കൂട്ടില്ലാത്തവർ, ആരും വലിയ കമ്പനിയൊന്നും ഇല്ലാത്ത, നമ്മൾ പറയും ഓനങ്ങനെ. ചിലർക്ക് മക്കളുണ്ടാവില്ല, കുറേ കാലം ജീവിച്ചു മക്കളില്ല, ഓലും ഒരു തരത്തിൽ നിന്നേരാവും. വേറെ ചിലരുണ്ട്, ചിലർക്ക് പൈസ ഉണ്ടാവില്ല, സാമ്പത്തികം ഉണ്ടാവില്ല. അപ്പോൾ സാമ്പത്തികമല്ല എന്നുള്ളതൊരു മനസ്സിലൊരു വിഷമായിട്ട് നിൽക്കും. അത് മനസ്സിൽ വിഷമായിട്ട് നിൽക്കരുത് കേട്ടോ. ഒരു കുട്ടി അറബി കോളേജിലേക്ക് പറഞ്ഞയച്ചു, ഓനെ ഖുത്തുബ പറയാം. അപ്പോൾ ഖുത്തുബ ചിലർക്കൊക്കെ പറയാൻ പോയപ്പോൾ അവിടുത്തെയൊക്കെ മുതലാളിമാർ ഓനെങ്ങനെ ആക്കണുണ്ടപ്പോൾ ബാപ്പാനോടൊന്ന് പറഞ്ഞു, ഞാൻ ഇനി ഖുത്തുബക്കൊന്നും പോകണില്ല, ഞാൻ ഇനി ഖത്തറിക്കാൻ പോകേണ്ടതാണ്, കുറച്ച് മുതലൊക്കെ ഉണ്ടായിട്ട് ഞാൻ നിന്നിച്ചോലൊക്കെ ഒന്ന് ആക്കണം എനിക്ക്, അങ്ങനെ ഞാൻ ഖുത്തുബ പറയാം. ആ ബാപ്പനോട് കുറേ പറഞ്ഞു, മൗലവി എന്താ പറയുക? ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല, ഓൻ്റെ ഒരു തോന്നലേക്കാരോ. അപ്പോൾ എന്താ അറിയോ, ഖുത്തുബ ഏതാണ് ആ കുട്ടി? അപ്പോൾ ഓന് ഭയങ്കര സങ്കടമായിപ്പോയി. വെള്ളക്കുപ്പായം വെള്ളത്തുണി ടവലൊക്കെ ആയിട്ട് ചെന്നപ്പോൾ ഏതാണ് ആ കുട്ടി ചോദിച്ചപ്പോൾ കുട്ടി തന്നെയല്ലേ. അത് കഴിഞ്ഞ് ഖുത്തുബയൊക്കെ കഴിഞ്ഞപ്പോൾ ഓൻ്റെ ആ 100 ഉറുപ്പ്യ കൊടുത്താ എന്ന് പറഞ്ഞു. ഇതൊക്കെ പാടെ ഏതൊക്കെ ആചാര്യത്തരം കണ്ടപ്പോൾ ഓന് വെറുപ്പ് പിടിച്ചതാണ്. അപ്പോൾ ഓൻ വിചാരിച്ച് ഇനി കായൊന്നും വാങ്ങാത്തൊരു ഖത്തീബാകാൻ വേണ്ടി മുതലുണ്ടാക്കാൻ പോയത്. എവിടെ എത്തിയെന്നറിയില്ല, വലിയ ടൈലിൻ്റെ ഷോപ്പൊക്കെ അവിടെ ഇട്ടിക്കണെന്നാണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, പൈസ ഇല്ലാത്തവൻ. നമ്മൾ ആരും നിന്ദിക്കുമ്പോൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷി കുറഞ്ഞവനെ നമ്മൾ നിന്ദിക്കരുത്. ഓനെ മനസ്സിൽ വല്ലാതെ എന്താവും, വിഷമുണ്ടാക്കും. അതേപോലെ തന്നെ ചിലർ തോനം ഉണ്ടൂല, വർത്താനൊന്നും പറയില്ല, ഓൽക്ക് കൂട്ടുകെട്ട് കുറവേക്കാരാ. അപ്പോൾ ഓല പിടിയിലൊക്കെ എല്ലാവരും വരുന്ന പോലെ ഓനെങ്ങനെ ആക്കുക, എന്നിട്ട് ഓനെ ഒരു മത്തക്ക വാങ്ങാൻ വരെ പിടിക്കും ഓനേക്കൂല ആൾക്കാരെല്ലാവരും കൂടി. അപ്പം മിണ്ടാത്തോലെ നമ്മൾ മിണ്ടിയും കൊണ്ടാക്കരുത്. തടകട പറഞ്ഞുകൊണ്ട് നടക്കണോനോട് നിങ്ങൾ പറഞ്ഞോളി, ഓൻ തിരിച്ചു 4 പറയുമ്പോൾ നമ്മൾ ഒന്നും ആകാതെ പോയിക്കോളും. അപ്പോൾ പൈസ ഇല്ലാത്ത ആളുകളെ നമ്മൾ തീരെ, നമുക്ക് കുറച്ചുകൂടി പൈസ ഉണ്ടെങ്കിൽ നമ്മൾ തീരെ നിന്ദിക്കാൻ പാടില്ല. നിന്ദിക്കല്ല, പോലെ അപമാനിക്കുകയും ചെയ്ത് അവർ ഇരട്ടിയുടെ ഇതുണ്ടാവും. അതോടൊപ്പം തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇണക്കം, ചിലർ കുടുംബം ചിലപ്പോൾ മുസ്ലിമായി വന്നു. ഇപ്പം നമ്മളെ പിന്നെ സെക്യൂരിറ്റിയായി നിന്നിരുന്ന നമ്മളെ എന്തായിരുന്നു പേര് നമ്മൾ പറയാല്ലേ, നമ്മളെപ്പോഴും നേപ്പാളി എന്ന് പറയുന്നതുകൊണ്ട് ഷെരീഫ് ഭായ്, അദ്ദേഹം എന്തൊരു അഭിമാനത്തിലായിരുന്നു ജീവിച്ചത്. നിങ്ങളെ നാട്ടിൽ വന്നോണ്ടാ ഷെരീഫ് ഭായ്, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ നാട്ടിൽ വന്നുകൊണ്ടാണ് അയാളത്ര അഭിമാനത്തിൽ ജീവിക്കാനായത്. മറ്റേ പറയാം മതം മാറി എന്നാണ്, നേപ്പാളിൽ നിന്ന് വന്നതാണല്ലോ എന്നൊക്കെ പറയും. ഇതൊന്നും പറയാത്തത് ആരും ഒരു ഇല്ല എന്ന് തോന്നണ പോലെ നമ്മൾ ആരും ഒരു ഉണ്ടാക്കുക അവിടെയാണ്. അപ്പോൾ അവർക്കൊക്കെ മുത്തഖി എന്നൊരൊറ്റ പേര് കൊണ്ട് അവരുടെ വീട്ടുപേരും ഒക്കെ കിട്ടുന്നൊരു മാസമാണിത്. പള്ളിയിലെല്ലാവരും കൂടെ ഇരുന്ന് നോമ്പ് തുറക്കുക. മറ്റേപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഉച്ചച്ചോറുണ്ടാവുമല്ലോ, ഇവിടെ ഒരു അസർച്ചോറുണ്ടാവും, ചായ ഉണ്ടാവുമല്ലോ. ഇവിടെ പക്ഷേ നോമ്പ് തുറണ്ടല്ലോ. അപ്പോൾ ആ നോമ്പ് തുറക്ക് ഇങ്ങനെ കണ്ണൂരൊക്കെ ചെന്ന് നോക്കുമ്പോൾ നോമ്പ് തുറ കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് പോകണ്ട, ഒരു കഞ്ഞി ഉണ്ട് അവർക്ക്. ആ കഞ്ഞി എല്ലാവരും തൊഴിലാളികളും മുതലാളിമാരും അത് കഴിഞ്ഞ് അത്താഴത്തിനും അവിടെ ഒരു സൗകര്യം. ടൗൺ ആയതുകൊണ്ട് അവിടെ എല്ലാവരും പള്ളിക്കൊക്കെ പോരും. ഉള്ളവരും ഇല്ലാത്തവരൊക്കെ പെരിയിലെ വെപ്പ് ഒഴിവാക്കിയിട്ട് പൈസയൊക്കെ അവിടെ കൊടുക്കും. അങ്ങനെ എല്ലാവരും കൂടെ അത്താഴം. അതിൽ ആരല്ലാത്തവർ ആരല്ലവരൊന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ എല്ലാവരും ഞങ്ങളൊക്കെ ഈ കുടുംബത്തിലെ അംഗമാണെന്ന് സ്വയം തോന്നിപ്പോകുന്ന ഒരു മാസമാണ്. ആ തോന്നൽ നമുക്കെന്നും നിലനിർക്കാം. റമളാനുൻ ഫുർസത്തുൽ തഹരീറിൽ അഖ്ലി മിനത്ത് തഫ്കീരിൽ മാദിൽ അനാനി വമിനത്ത് തംഇ വൽ ബുഖലി.
നമുക്ക് അത്യാർത്തിയിൽ നിന്നും പിശുക്കിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന മാസമാണ്. ഇലൽ അത്വാഇ കൊടുക്കുന്നതിലേക്കും വൽ ബദലി ചെലവാക്കുന്നതിലേക്കും. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ. റമളാനിൽ അല്ലാഹുവിൻ്റെ റസൂല് ഒരു കൊടുക്കൽക്കാരനായിരുന്നു. അപ്പോൾ സക്കാത്ത് നമ്മൾ അതിൻ്റെ വ്യവസ്ഥയോടുകൂടി ഏൽപ്പിച്ചു. ചിലപ്പോൾ ഏതെങ്കിലും സമിതിക്ക് കൊടുക്കേണ്ടതുണ്ടാവും. നമ്മുടെ സമിതിയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ സക്കാത്ത് കുടുംബത്തേക്കില്ല. സക്കാത്ത് നമ്മൾ കുടുംബത്തേക്കില്ലാത്തത് കുടുംബബന്ധം വേണ്ടായിട്ടല്ല. 2.5 ഉറുപ്പ്യുള്ളൂ സക്കാത്ത്, 97 ഉറുപ്പ്യ സക്കാത്തില്ല. അതായത് ഇങ്ങോട്ട് മാറ്റിയേക്കണ്ട. അപ്പോൾ കുടുംബത്തിന് ചിലപ്പോൾ 2.5 ഉറുപ്പ്യ കൊണ്ടൊന്നും ആവില്ല. നമ്മളെ അമ്മായി വരുമ്പോൾ 2.5 ഉറുപ്പ്യ കൊടുത്താൽ മതിയോ? അതുകൊണ്ടാണ് സക്കാത്ത് കണക്കുള്ളതാണ്. കണക്കും കാര്യത്തിലും കുടുംബത്തെ അള്ളാഹ് ഇടപെടിച്ചില്ല. നമ്മളെ അമ്മനെ മനസ്സിലാക്കണം. സ്വതക്ക നോക്കി നിങ്ങളെ കുടുംബത്തിൽ സ്വതക്ക വാങ്ങാൻ ആളുണ്ട്. നിങ്ങൾ ഓല കണ്ണ് കാണാതെ പുറമക്ക് നിങ്ങൾ സ്വതക്ക കൊടുത്തു, അള്ളാഹ് പുറമക്ക് കൊടുത്ത് സ്വീകരിക്കൂല. പുറമക്ക് കൊടുത്ത സ്വതക്ക അള്ളാഹ് എന്ത് ചെയ്യൂല? കുടുംബത്തിൽ കൊടുക്കാതെ പുറത്തേക്ക് കൊടുത്താൽ സ്വീകരിക്കൂല. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം കുടുംബത്തെ നല്ലോണം ബഹുമാനിക്കാനും ആദരിക്കാനും പഠിപ്പിച്ച മതമാണ്. അപ്പോൾ ഈ റമളാൻ മാസത്തിൽ നമ്മൾ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ഒരു വണ്ടി എടുത്ത് കുറച്ച് 500 രൂപ നോട്ടും കൈശിയിൽ വെച്ച് ഭാര്യനെയും കൂട്ടി അങ്ങനെ പോവുക. അവിടെ അവനാൻ്റെ അടുത്തടുത്ത കുടുംബത്തിലൊക്കെ അങ്ങനെ പോയിട്ട് അവിടുത്തെ സ്ഥിതിയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളെ പെരയിലൊക്കെ വന്നാൽ ഭത്തൊക്കെ ചീഞ്ഞ് മണുത്തിട്ട് ഒക്കപ്പാടെ ചീഞ്ഞ് മണക്കുകയാണ്. വേറുള്ളടത്ത് ചിലപ്പോൾ ഒന്നും പുകഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ചെന്ന് ഭാര്യ പറയും, ഇവിടെ അരിപ്പൊടി ഒന്നും കാണാനില്ല, ഒന്നും കാണില്ല, ഒന്നും ചായപ്പൊടിയും പഞ്ചാരി ഒന്നും തോനെയൊന്നും കാണില്ല. അപ്പോൾ വേഗം പീടിയിൽ പോയി ഇങ്ങാണ്ട് അവിടെ നിന്ന് 5 കിലോ പഞ്ചാരി ഒക്കെ പാടെ വാങ്ങിങ്ങാണ്ട് ഉൾക്കട കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ സ്വതക്ക അങ്ങനെ കുടുംബത്തെ നോക്കി അത് കൊടുക്കുകയും എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? അല്ലാത്ത ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും. അത് കൊടുക്കൂല. അത് നമ്മളെ എന്താണെന്നറിയില്ല. മുമ്പൊരാൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പൂതി വെച്ചു, പക്ഷേ മൂപ്പർക്ക് കൊടുക്കാൻ മനസ്സിലായിട്ട് പള്ളിക്കത്ത് ഉസ്താദ് പറഞ്ഞല്ലോ സക്കാത്ത് കൊടുക്കാത്തവർ ഇനി പള്ളിക്കൊക്കെ തന്നെ വരണ്ട. അവസാനം മൂപ്പര് അരി കെട്ടിങ്ങാണ്ട് വന്നുകാണ്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ കയ്യോണ്ട് ഇതുവരെ കൊടുത്ത് ശീലം, എൻ്റെ അരിയിലുണ്ട്, പേഴ്സ് നിങ്ങൾ എടുത്തോളി പറഞ്ഞു. ഇങ്ങനെ നിന്നു പറഞ്ഞു എമിഗ്രേഷനിലൊക്കെ വെക്കണമാതിരി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല, അത് കൊടുക്കണ്ടേ. അപ്പോൾ സക്കാത്ത് നമുക്ക് കുടുംബത്തിന് ഇല്ല എന്ന് പറയാൻ കാരണം സ്വതക്ക കണ്ടമാനെത്തണം എന്നാണ്. അപ്പോൾ അത് കുടുംബ ബന്ധം ചാർത്താൻ നമുക്ക് കയറി ചെല്ലാലോ. റമദാനിലെല്ലാ നമ്മളെ കുടുംബത്തിക്കും വരാ. നമ്മളെ പെരീക്ക് അമ്മായി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വരുമ്പോൾ വാലൈക്കും സലാം, ചിലപ്പോൾ 6:15 അരി കുടുംബശ്രീ കാരം വരുന്നുണ്ട്. അതിനൊക്കെ വരുമ്പോൾ വത്തക്കള്ളത്ത് കുറച്ച് വെള്ളമാണ് പാരുക, വേറൊന്നും ടെൻഷനാണ്ട. പത്തിരിയൊന്നും വേണ്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സ്വീകരിക്കാൻ പറ്റും. ഇപ്പോൾ ഈ മാസത്തിൽ അവൻ കയ്യ് എന്തെങ്കിലും മടക്കിയിട്ട് നമ്മൾ മെല്ലെ കജ്ജിലാണ് കൊടുക്കുക. എന്തുള്ളത് മതി, 100 100, 50 50. അപ്പോൾ കുടുംബത്തിലുള്ളവരെ പരിഗണിക്കാനും കുടുംബത്തെ സ്നേഹിക്കാനും ഒക്കെ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ നല്ലോണം കൊടുതി. ലമ്മാ കാനൽ ബഖീലു മഹ്ബൂസൻ അനിൽ ഇഹ്സാൻ ഫഹുവ ലയ്യിഖു സ്വദർ കുല്ലമാ അറാദ അൻ യതസദ്ദഖ മനഅഹു ബുഖ്ലുഹു. നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ഖയ്യിം പറയാണ്, ഒരു പിശുക്കൻ അവനെ തടയും, നന്മ ചെയ്യുന്നത് ചെകുത്താൻ അവനെ തടയും. ഹുവ ലയ്യിഖു സ്വദർ, അവൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോകും. കുല്ലമാ അറാദ യതസദ്ദഖ, സ്വതക്ക ചെയ്യാൻ വിചാരിക്കുമ്പോഴൊക്കെ മനഅഹു അവനെ തടയും, ബുഖ്ലുഹു അവൻ്റെ പിഷ്കത്തരം, ഫബഖിയ ബാക്കിയാകും, ഖൽബുഹു അവൻ്റെ ഹൃദയം, ഫീ സിജ്നിഹി അവൻ്റെ ജയിലിൽ, വൽ മുത്തസദ്ദഖു സ്വതക്ക ചെയ്യുന്നവൻ കുല്ലമാ തതസദ്ദഖ സ്വതക്ക ഇങ്ങനെ കൊടുക്കും തോറും അവൻ്റെ മനസ്സിങ്ങനെ വിശാലമാണ്. എങ്ങനെ അറിയോ? ഇപ്പം നിങ്ങൾ സ്വതക്ക കൊടുത്തുകാണ്ട് നിങ്ങളിങ്ങനെ പോരുമ്പോൾ നിങ്ങൾ വണ്ടിയിലിരുന്ന് ആലോചിച്ചെന്താ അറിയോ? ഓല പഞ്ചാരട്ട് ചായ കുടിച്ചണത്, ഓല പഞ്ചാരട്ടിട്ട് ജ്യൂസ് അടിച്ചണത്, ഓല് അരിപ്പൊടി കൊണ്ട് പത്തിരി ഉണ്ടാക്കിയിട്ട് ഓലും മക്കളും ഇരുന്ന് ഇങ്ങനെ തിന്നണത് ഒക്കെ നമുക്കിങ്ങനെ കാണാം. മറ്റൊക്കെ നമ്മളെ കുടിയത്ത് ആലോചിച്ചാൽ പിന്നെയും താല്പര്യാന്തേക്കാരം അല്ലേ? നമ്മളിതിങ്ങനെ കൊടുക്കാതെ വെച്ച് നമ്മളെ കുട്ടിയാൾക്ക് തന്നെ കൊടുത്ത് അവസാനം പെരിയിലൊരു 250 ഉറുപ്പിക അത് കൊണ്ടുപോയിട്ട് പോയി ഇടവണ്ണ പോയി ഒന്ന് ചുറ്റിക്കായും കൊടുന്ന് ഉമ്മാൻ്റെ തലക്കൊന്നും ബാപ്പാൻ്റെ തലക്കൊന്നും വല്യമ്മാൻ്റെ തലക്കൊന്നും കഴിഞ്ഞ് നമ്മളാ നയിച്ച മുഴുവൻ അങ്ങോട്ട് പോകും അല്ലേ? അപ്പോൾ ഉപകരിക്കുന്ന രൂപത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മാസമാണ് ഈ ഖുതുബ. കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, പക്ഷേ അത്രത്തോളം നമ്മൾ
പറയേണ്ട 12:20 ഇനി ഒതുടുക്കാനും പള്ളി കയറാനൊക്കെയുള്ള സമയമാണ്. അള്ളാഹു നമുക്ക് റമളാൻ മാസം എല്ലാം നിറഞ്ഞു നിൽക്കുന്ന, നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്ന, ഇതുവരെ ഉണ്ടാക്കിയതുപോലെ തന്നെ അതിലേറെ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി അള്ളാഹു നമുക്ക് പരിവർത്തനത്തിന് വിധേയമാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഈ തലമുറ ഇവിടെ തീരുകയാണ്. അള്ളാഹുവെ, അടുത്ത തലമുറയെ എങ്ങനെ തെരഞ്ഞാലും കാണില്ല. അള്ളാഹുവെ, ആ തലമുറയെ കൂടി ഈ മതരംഗത്തേക്ക് സജീവമാക്കാൻ മഹല്ല് കമ്മിറ്റി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവെ, അത് ഉൾക്കൊള്ളുന്നൊരു സമൂഹമായി വരാൻ കുടുംബത്തിനും മക്കൾക്കും അള്ളാഹുവെ നീ അനുഗ്രഹം നൽകണേ റബ്ബേ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയമൻ വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും